Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare Om Namo Bhagavate Vasudevaya Om Shri Krishna Paramatmane Namah Om Tat Sat Srimad Mahabhagavata Vandana Shlokangal Shuklam Bharadharam Vishnu Shashivarnam Chaturbhujam Prasannavadanam Dhyaye Sarvavighnopashantaye Gurubhi Sarvalokanam Vishaje Bhavayoginam Nidaye Sarvavidyanam Richinam Uttaye Namah Janmadasya Javatyayantarabhachapesha Vinyaswarat Tene Brahmahridaya Davaye Mukhyandriyal Surya Tejo Vayumata Yada Vinitayo Yadradit Sadgosha Dhamnasena Sada Virastagopam Satyam Varam Dhimahi Satyam Varam Dhimahi Dharma Projita Kaitavo Prabharam Aswaranam Sada Vedyam Vastavam Prabhasushvatam Tapat Prayonujanam Srimad Bhagavate Mahamudite Nivapari Sadhyo Hridyavarutta Detra Pradhi Shushrushamistachana Nigama Kalpadarodharitam Phalam Sugamavada Mudradravasamyudam Vivada Bhagavatam Yasamanayam Ubhayabodha Sikapu Vibhavuga Narayanam Namaskritya Naram Chaiva Narottamam Devi Saraswati Vyasam Tado Jayamudire Yam Prabhajandamalvedamavekarutyam Dvaipayano Virakadara Ajubhava Putreti Tanmayaya Kalabodhinedu Tam Sarvabodhaklayam Munimanadosmi Eswara Bhavamahira Surisaremegam Adhyatmadhivam Adhitirsatam Tamodam Samsarinam Pranayaka Purana Guhyam Tam Vyasasudhamabhayami Gurumuninam Mogam Karoti Vachayam Pangum Lahire Girim Ekravatam Vande Paramananda Madhavam Yam Prabhupada Nidhi Vedi Sankara Brahmopanishati Gayanti Yamsamaga Dhyanavaspita Targadena Manasa Pashyanti Yam Yogino Yasyam Brahmavidu Suryasuragana Devaya Tasmi Namah Komalam Pujayan Venam Shyamaloyam Kumaraka Vedavidam Parabrahma Vasava Pradoma Bhuve Mahadvini Vapuyo Vibhur Nirmaya Shishte Damushamurvisha Bhukti Gunan Shodasha Shodashatmaka Solam Kushisha Bhagavan Vajansi Me Sarvatra Govindam Sankirtanam Govinda Govinda Om Namo Bhagavate Vasudevaya Om Shri Krishna Bhagavane Namah Om Shri Krishna Paramatmane Namah ഇന്നലെ പാരായണം ചെയ്ത ആ അവതാര ശ്ലോകത്തോടുകൂടി നമുക്ക് വീണ്ടും ഒരിക്കൽ ആ പ്രഹ്ലാദ സ്തുതി പാരായണം ചെയ്തിട്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഓം നമോ ഭഗവതി ഇന്നത്തെ പാരായണം പ്രഹ്ലാദ സ്തുതിയോടുകൂടിയിട്ട് ആരംഭിക്കാം. ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത് സപ്തമസ്കന്ധത്തിലെ 18ാമത്തെ ശ്ലോകമാണ് പ്രഹ്ലാദ സ്തുതി അല്ല നരസിംഹ അവതാരം. ഓം ശ്രീകൃഷ്ണായ നമഃ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതീശ്വരീഷു യാത്മന അദൃശ്യതാ അത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത ആ രൂപം സ്തംഭത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു. എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ ഭൃത്യൻ തൻ്റെ ഭക്തനായിട്ടുള്ള ആ പ്രഹ്ലാദന്റെ വാക്ക് സത്യമാക്കാൻ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം
വ്യാപ്തിം ച ഭൂതേഷു ചാത്മനാ അദൃശ്യതാത്ര അത്ഭുത രൂപമുദ്ഭവൻ തന്റെ സഭായാമുഖമുനമാനുഷം. എല്ലായിടത്തും നിലനിൽക്കുന്നതാണ് എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞ ആ കുഞ്ഞിന്റെ വാക്കുകൾ സത്യമാക്കുവാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ ആ സ്തംഭത്തിൽ നിന്നും മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത രൂപത്തിൽ പൊട്ടി പുറപ്പെട്ടു എന്നാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം നവമോധ്യായം. അത സപ്തമസ്കന്ധ നവമോധ്യായഃ. നാരദോവാച ഏവം സുരാദയാ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാ നോഭേതുമശകന്മന്യം സംരംഭം സുദുരാസദം. സാക്ഷാത് ശ്രീ പ്രേഷിതാ ദേവി ദൃഷ്ട്വാ തന്മഹദദ്ഭുതം അധിഷ്ഠാസു സമോപസ്ഥാൻ സാ നോഭേയായ സംഹിത. ആ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കണ്ടപ്പോൾ എല്ലാവരും ഭയന്ന് വിറച്ചത്രേ. സഭയിലിരിക്കുന്ന എല്ലാവരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന രക്തം ഒലിക്കുന്ന മുഖം ഗർജിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഹിരണ്യകശിപുവിന്റെ വധം കഴിഞ്ഞു, എന്നിട്ടും ഭഗവാൻ അടങ്ങുന്നില്ല. അപ്പോൾ സഭയിലിരിക്കുന്ന എല്ലാ ദേവന്മാരും ദേവർഷിമാരും ബ്രഹ്മാവും ശിവനും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ ലക്ഷ്മി ദേവിയോട് പറഞ്ഞു അത്രേ, ഒന്ന് പോയി, ദേവി ഭഗവാന്റെ ഭാര്യയാണല്ലോ, നീ പോയി ഒന്ന് അവരുടെ ദേഷ്യം മാറ്റൂ. തന്റെ സാക്ഷാൽ ശ്രീ ഭഗവതിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയോട് എല്ലാവരും പ്രാർത്ഥിച്ചു അത്രേ, നീ പോയിട്ട് ആ ദൈവത്തിന്റെ ആ ഒരു ദേഷ്യം മാറ്റിത്തരൂ എന്നപ്പോൾ ഇതാ ഇവിടെ പറയുകയാണ്, നോക്കിയത്രേ ആ ഭഗവാനെ നോക്കിയപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഭയങ്കര പേടിയായിട്ട് ശങ്ക വന്നു. എല്ലാവരും സ്തുതിച്ചു കഴിഞ്ഞു. അപ്പൊ സഭയിലുള്ള സർവ്വരും സ്തുതിക്കുന്നത് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തെ കണ്ടതാണ്. ഓരോ ദേവന്മാരും അവരവർക്ക് തോന്നുന്ന ഇതായിട്ട് ഒരു എല്ലാ ദേവന്മാരും എല്ലാ യക്ഷന്മാരും ദിനന്മാരും സർവ്വരും സ്തുതിച്ചു. എന്നിട്ടും ആ ദേഷ്യം അടങ്ങുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ട് ലക്ഷ്മി ദേവിയോട് പറഞ്ഞു. ലക്ഷ്മി ദേവി പോയില്ലത്രേ, ഭയന്നിട്ട് ആ രൂപം കണ്ടിട്ട്. പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്ദിരേ താദപ്രശമയോഗ്രീഹി സ്വപിത്രേ കുവിദം പ്രഭും. അപ്പോൾ ബ്രഹ്മാവിനെ അരികത്ത് നിൽക്കുന്ന ആ ബ്രഹ്മാവ് തോന്നിയത്രേ പ്രഹ്ലാദനെ അയക്കുക. പ്രഹ്ലാദനോട് പറയുകയാണ്, അല്ലയോ പ്രഹ്ലാദ ബാലക, നീ തന്നെ നിന്റെ ദൈവത്തിന്റെ പ്രഭുവിന്റെ അടുത്തേക്ക് ചെല്ലുക. നിന്റെ പിതാവിന്റെ നേരെ ക്രോധിച്ചിരിക്കുന്ന ആ ഭഗവാനെ നീ തന്നെ സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രഹ്ലാദനോട് പറഞ്ഞു. ആ ശ്ലോകം പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്ദിരേ താദപ്രശമയോഗ്രീഹി സ്വപിത്രേ കുവിദം പ്രഭും. തഥേതി ശനകൈരാനൻ മഹാഭാഗവതോദ്ഭവ ഉരവിരവുരായേന നനാമവിദഞ്ജലി. ആ ഭക്തിയോടുകൂടിയുള്ള ആ സഭയിൽ വെച്ച് ഏറ്റവും ഭക്തി പ്രഹ്ലാദനായിരുന്നു അവിടെ. അതുകൊണ്ട് പ്രഹ്ലാദനായ രൂപം കണ്ടിട്ട് ഒരു പേടിയും തോന്നിയില്ല. കൈകൾ ശിരസിൽ വെച്ചുകൊണ്ട് പോയി ആ ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് ഇപ്പോൾ പറയാനും ചെയ്തത്. സ്വഭാവമൂലേ ഫലിതം തമർക്കവം വിലോക്യ ദേവ കൃപയാ പരികൃത ഉത്താപ്യ തച്ചീഷ്ണ ജഥാകരാംബുജം കാലാഹിത്രസ്തദയം ഹൃദാഭയം. തന്റെ പാദത്തിൽ വന്ന് നമസ്കരിക്കുന്ന ആ ബാലകനെ കണ്ടപ്പോൾ തന്നെ അത്രയും നേരം അത്രയും ക്രുദ്ധനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ആ ഭഗവാന് കാരുണ്യം വന്നത്രേ. കാരുണ്യം കൊണ്ട് ആ കുഞ്ഞിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ആ ഭയപ്പെട്ടിരിക്കുന്നവരുടെ നേരെ അഭയം പ്രദാനം ചെയ്യുന്ന ഭഗവാൻ തൻ്റെ ആ കൈ ഇത്ര നേരവും കുടൽമാലയൊക്കെ പിടിച്ച് പറിച്ച് രക്തമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ആ കൈ പ്രഹ്ലാദന്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്ന് ഇപ്പൊ പാരായണം ചെയ്തു. പരസ്പർശം ലഭിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ എല്ലാവിധ അജ്ഞാനങ്ങളും ക്ലേശങ്ങളും നശിച്ച് ഹൃദയത്തിൽ ദിവ്യമായ വിളക്കുണ്ടായിട്ട് ദിവ്യമായ ആ ജ്യോതിഷ് പ്രകാശിച്ചു. ദേഹത്തിൽ രോമാഞ്ചങ്ങൾ ഉണ്ടായി.
അശ്രുലോചന, സന്തോഷം കൊണ്ട് ആ നിർവൃതി തൻ്റെ കണ്ണുകളിൽ അശ്രുക്കൾ ഉണ്ടായിരുന്നു പ്രഹ്ലാദന്റെ. അസ്തോ ശീതരിമേഘാഗ്രമനസാസുസമാഹിത പ്രേമഗദ്ഗതയാവാചന. ഭഗവാനിൽ തന്നെ ഹൃദയം ഉറപ്പിച്ചു നിൽക്കുന്ന ആ കുഞ്ഞിന് തൻ്റെ ഉള്ളിൽ നിന്നും ഭക്തി ഒഴുകി വന്നു. ആ ഭക്തിയിൽ ചെറിയ കുട്ടിയാണ്, എന്നിട്ടും അത്യധികം ഭക്തിയോട് കൂടിയിട്ട് അനേകം ശ്ലോകങ്ങളിൽ ആ കുഞ്ഞ് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണ. ആദ്യം തന്നെ കുട്ടി പറയുകയാണ്, ബ്രഹ്മാവ് മുതൽ സർവ ദേവന്മാരും സ്തുതിച്ച അവിടുത്തെ എനിക്ക് സ്തുതിക്കാൻ പറ്റുമോ? എന്റെ സ്തുതി ജന്മനാ തന്നെ ഞാൻ അസുരനാണ്. ഇങ്ങനെയുള്ള അസുരനായിട്ടുള്ള എന്റെ സ്തുതി അവിടുന്ന് സന്തോഷിക്കുമോ എന്നുള്ള ആ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഹ്ലാദൻ 42 ശ്ലോകങ്ങളിലായിട്ട് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. എനിക്ക് ഭക്തിയല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. ഞാനാണെങ്കിൽ ഒരു അസുരനാണ്. ഭക്തി കൊണ്ട് മാത്രമേ എനിക്ക് ഭഗവാനെ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഭക്തിയില്ലാത്ത ബ്രാഹ്മണനെ പോലും ഭഗവാൻ എല്ലാവരെയും ഭഗവാൻ ശുദ്ധമാക്കുന്നു. അത്യന്തം ഗർഭിഷ്ഠനായി കഴിക്കുന്ന ഭക്തിയില്ലാത്തവനാണെങ്കിൽ അദ്ദേഹം പ്രസാദിക്കുകയുമില്ല എന്ന് പറയുകയാണ്. പ്രഭുരയം നിജലാഭപൂർണോ മാനോ ഭഗവനെ വിരതീരമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. തസ്മാദഹം വിഗതവിപ്ലവൈശ്വരസ്യ സമാത്മനാ മഹിതൃണാമി യഥാ മനീഷം നിജോദിയാവിസർഗമനുപ്രവിഷ്ട ഞാൻ ഇതാ ശ്രദ്ധിക്കാൻ യോഗ്യനല്ല, ബ്രാഹ്മണനല്ല. ഞാൻ ഈശ്വരനെ ശ്രദ്ധിക്കാൻ യോഗ്യനല്ലാത്ത ജാതി, നീച ജാതിയിൽ ജയിച്ചവരാണ്. എങ്കിലും ഇതാ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ആ ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കാൻ തുടങ്ങുന്നു എന്ന് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാദയോ വയനിവേശന ചോദിജന്ത ക്ഷേമായ ഭൂതയുതാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരേ. ഓം ശ്രീകൃഷ്ണായ നമഃ. സത്വഗുണങ്ങളായിട്ടുള്ള ബ്രഹ്മാദികളെല്ലാവരും ആ നിത്യസ്വരൂപന്റെ ഭക്തന്മാരാകുന്നു. അസുരന്മാരായ ഞങ്ങളാണെങ്കിൽ അവരെ അവിടുത്തെ ദേശിക്കുന്നവരുമാകുന്നു. ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ഈ അസുരന്മാരെയെല്ലാം അവിടുന്ന് വിനോദത്തിനായിട്ടും ആത്മസുഖത്തിനായിട്ടും വേണ്ടിയിട്ട് ഞങ്ങളെ ഈ അവതാര രൂപ ദർശനം നൽകിയതിനാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ അസുരന്മാരായിട്ടുള്ളവരോട് ഭഗവാൻ എപ്പോഴും ദേഷ്യ രൂപികൾ അവർ ചെയ്യുന്ന പ്രവൃത്തി ദേഷ്യങ്ങളായിട്ടുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അസുരപാലനായ പ്രഹ്ലാദൻ. അവിടുന്ന് നിവൃത്തി ചെയ്യുകയും ചെയ്തു. എന്റെ അച്ഛനെ വധിച്ചു കഴിഞ്ഞു. പിന്നീടും എന്തിനാണ് ഈ ലോകം? ഈ കോപത്തെ അടക്കണമേ എന്ന് പറയുകയും അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഭയത്തെ ജനിപ്പിക്കുന്ന ഈ മുഖം, നാവ്, സൂര്യനെ പോലെയുള്ള ഈ കണ്ണുകൾ, ഇതൊക്കെ കുറയ്ക്കണമേ ഈ രൂപത്തിൽ നിന്നും. പക്ഷെ ഇങ്ങനെയുള്ള ഈ രൂപം, അവിടുത്തെ അട്ടഹാസങ്ങൾ, ഈ ഭ്രംശകൾ, രക്തം പിഴഞ്ഞിരിക്കുന്ന കൈയും രോമവും മുഖവും ഇതൊക്കെ കണ്ടിട്ടും എനിക്ക് അവിടുന്ന്
ഒരു ഭയവും തോന്നുന്നില്ല. ഞാൻ അവിടെ പിന്നെയും വീണ്ടും വീണ്ടും ആശ്രയിക്കുകയാണ്, എനിക്ക് വരുമേ ഇല്ല എന്ന് പറയുകയാണ്. ഭഗവാന്റെ ആ രൂപമാണ് ഇപ്പോൾ പ്രഹ്ലാദൻ വർണ്ണിച്ചത്. സർവദുഃഖത്തിന്റെയും കാരണം ഇന്ദ്രിയങ്ങളോടുള്ള നമ്മുടെ മമതയാണ്. പ്രിയ വസ്തുക്കളോടുള്ള ഇഷ്ടവും അപ്രിയ വസ്തുക്കളോടുള്ള ദേഷ്യവുമാണ്. അതൊക്കെ എനിക്ക് ഭക്തിയോഗം കൊണ്ട് നശിച്ചതിനാൽ അവിടെ എല്ലാവർക്കും, അതായത് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ ഭക്തിയോഗത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നന്മയും നൽകാൻ അവിടത്തേക്ക് ദയവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോഹം പ്രിയസ്യ പരദേവതയാ വചനി സോഹം പ്രിയസ്യ സുഹൃത പരദേവതായ യസ്മാ പ്രിയ പ്രിയ വിയോഗ സമോ സയോഗ ജന്മ ശോകാഗ്നിനാ സദയോനിഷു ദഹ്യമാന ദുഃഖൗഷധം തദപി ദുഃഖമദദ്ദിയാഹം ഭൂമൻ രമാമി വദതി തവദാസ്യയോഗം. പ്രിയവും പ്രിയമല്ലാത്തതുമായ വസ്തുക്കളിൽ വേറൊരു സങ്കടവും സന്തോഷവും ഉണ്ടാകുന്നു. അങ്ങനെയുള്ള അതില്ലാതെ ദുഃഖത്തിന് ഔഷധമായി അവിടുന്ന് ദാസ്യപദം നൽകി എങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ്. സോഹം പ്രിയസ്യ സുഹൃത പരദേവതായ ലീലാകലാസം സിംഹവിലിംഗീയ അഞ്ജസ്തിരമ്യൽ ഗുണൻ ഗുണവിപ്രമുക്തോ ദുഃഖാണിയേ പദയുഗാലേ ഹംസസംഗ. അവിടുന്ന് മാത്രമാണ് എല്ലാത്തിനും ആശ്രയം. എന്നോടുള്ള അവിടുത്തെ അപ്രമേയമായ, അതായത് അതിരുകടന്ന് അവിടുത്തെ ഇഷ്ടമല്ലേ അല്ലെ സിംഹരൂപം അവിടുന്ന് സ്വീകരിക്കാൻ കാരണമായത് എന്ന് പറയുകയാണ്. ബാലസ്യ മേഘശരണം വിലരോധ സിംഹ നാപ്തസ്യ ജാതകമുദന്വനിമോജ്ജതോനോ തപ്തസ്യ തൽപ്രതിനിധി യഹ്നികാജശേഷു താവദ്വിഭൂതനുമൃഗാന്തതുമേചിതാനാം. ഓരോ വിധത്തിലും നേരിടുന്ന പ്രശ്നങ്ങളെ കടക്കുവാൻ അവിടുന്ന് എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അനുഗ്രഹിക്കും. അങ്ങനെയല്ലേ അവിടുന്ന് എപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറയുകയാണ്. അടുത്തേയായ ആ ഭക്തിയുടെ കപ്പലിൽ യാത്ര ചെയ്താൽ പിന്നെ ഒരിക്കലും നമ്മൾ ഈ സമുദ്രത്തിൽ, ദുഃഖസമുദ്രത്തിൽ ഒഴുകുകയില്ല എന്നാണ് പ്രസാദവൻ അച്ഛനോട് അല്ല ഭഗവാനോട് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് ഭഗവാനല്ല ഓരോ മനുഷ്യന്മാർ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഭഗവാനല്ലല്ലോ ആ മനുഷ്യനെ സഹായിച്ചത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെയും അവിടുന്ന് തന്നെയാണ് ആ രൂപത്തിൽ വന്ന് ആ മനുഷ്യൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത്, ആ സഹായിക്കുന്നത് അവിടുത്തെ സ്വരൂപം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മായാമനുഷ്യതി കർമ്മമയം പരീയ കാലേന ചോദിതഗുണാനുമതേന പുംസ ചന്തോമയം വിരലയാത്രിത ഷോഡശാരം സംസാരചക്രമജപോതരീത്വധന്യ. ഈ സംസാരപാതയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ വേണ്ടി അവിടുത്തെ ഭക്തി മാത്രമാണ് ആശ്രയം. ഈ 18 നമ്മുടെ ശരീരമുള്ള ഓരോ ഭാവങ്ങളും മറ്റും ഒക്കെ 16 പറയുകയാണ് ഷോഡശാരം. ആ ചക്രത്തിന്റെ സംസാര ചക്രത്തിലുള്ള ഈ ഷോഡശാരം കിടക്കാൻ അവിടുന്ന് മാത്രമാണ് ആശ്രയം. അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. സത്വം സത്വം ഹി നിത്യവിദിതാത്മഗുണസ്വധാംന കാലോ വശീലവിശിഷ്യ വിസർഗശക്തി ചക്രേഷു സിദ്ധമതീശ്വരഷോഡശാരേ പീഡ്യമാനുപകർഷവിഭോ പ്രപന്നം. ആ സംസാര ചക്രത്തെ വിവരിച്ചിട്ട് കൊണ്ട് പറയുകയാണ്, ഈ സംസാര ചക്രത്തിൽ നിന്നും എന്നെ വലിച്ചെടുത്ത് അവിടുത്തെ തൃക്കാൽക്കൽ സമർപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൃഷ്ടാമയാതിവിഭോഗിരതിഷ്ണ്യപാന മായുശ്രിയോ വിഭവൈച്ഛതി യാഞ്ജനോയം യേസ്തത്പിതുർകുപിതഹാസ വിശുദ്ധിദഭ്രു വിസ്ഫൂജിതേന ലുളിതാസരുദേനസ്ത. ഈ എൻ്റെ പിതാവ് ചെയ്തിരിക്കുന്ന ഇതിനായിട്ട് സംസാരത്തെ വെറുക്കുന്നു എന്നുള്ള ഇത് എനിക്കില്ല. ജനങ്ങൾ
എന്തു പറഞ്ഞാലും ഞാൻ അവിടുത്തെ ലീലയെ മാത്രമേ ഞാൻ പാലിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. എൻ്റെ അച്ഛനെ കൊണ്ട് അതായത് പ്രഹ്ലാദന്റെ അച്ഛൻ ചെയ്ത ദ്രോഹത്തിന് ജനങ്ങളൊക്കെ കഷ്ടപ്പെടുത്തുന്നതിന് മാപ്പ് പറയുകയാണ് പ്രഹ്ലാദൻ. അച്ഛന്റെ എല്ലാവരെയും ദ്രോഹിച്ച അച്ഛന്റെ മകനായിരിക്കുന്ന എന്നെ അവിടുന്ന് സ്വീകരിക്കണമേ. അവിടുത്തെ പാദസേവ ഒന്നു മാത്രമാണ് എനിക്ക് ആഗ്രഹം. അതാണ് നിജഭൃത്യ ഭാഷ. എന്നെ വൃത്യനായിട്ട് അവിടുത്തെ പാർശ്വത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള അവിടുന്ന് വിഷയങ്ങളിൽ മനസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സെപ്പോഴും വിഷയത്തിൽ മാത്രം ലയിച്ചിട്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ദുഃഖമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ അനുഭവിക്കാൻ ഉപയോഗിക്കുന്ന ശരീരമോ ആണ് സകല കഷ്ടത്തിനും സകല ഇതിനും കാരണം. അങ്ങനെയുള്ള മധു ലഭയെല്ലാം തന്നെ ആ ശരീരമാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും രക്ഷിക്കണമേ, ശമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീകൃഷ്ണായ നമഃ. എനിക്ക് എങ്ങനെയാണ് ഈ സംസാര വൃത്തി ഉണ്ടായിരുന്നാൽ അവിടുന്ന് എൻ്റെ അനുഗ്രഹം തന്നെയാണ്. അവിടുന്ന് എൻ്റെ തലയ്ക്ക് അനുഗ്രഹം കൈവച്ച് അനുഗ്രഹിച്ചുവല്ലോ. ശിരസി പത്മകരപ്രസാരിയോ പത്മ താമരപ്പൂ പോലുള്ള കരമുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ തലയിൽ കൈവച്ചില്ലേ. അതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. അവിടുന്ന് ബ്രഹ്മാവിൻ്റെയോ മറ്റു അവിടെ എല്ലാവരുടെയും പേര് ബ്രഹ്മാവിൻ്റെയോ രമയോ അതായത് ലക്ഷ്മി ദേവിയുടെയോ ഒന്നും തലയിൽ കൈവച്ചില്ല. അവിടുന്ന് എൻ്റെ തലയിൽ കൈവച്ചിരിക്കുന്നല്ലോ. ഞാൻ അതീവം ഭാഗവാനാണ്. അവിടുത്തെ ഭക്തവത്സല്യം എത്രയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം നീചജാതിയിൽ ജനിച്ച എനിക്ക് അനുഗ്രഹം ഉണ്ടായതിൽ ആശ്ചര്യമില്ല എന്ന് പറയുന്നത് എനിക്ക് ഭഗവാനെ സ്നേഹിക്കുവാൻ ഭഗവാനെ ഇഷ്ടമാണ് എന്നും പറയുവാൻ എനിക്ക് ഭക്തിയും ഉണ്ടായി. ഭഗവാനാണെങ്കിൽ ആരോടും ഏത് നീചജാതിയുമില്ല, ഏത് ഉച്ചജാതിയുമില്ല, എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരല്ലേ അവിടുന്ന് എന്ന് പറയുകയാണ്. കൊണ്ടാണ് എനിക്ക് ഇപ്രകാരം സേവിച്ചത്. ആ വൃത്യന്റെ അനുഗ്രഹം കൊണ്ടാണ് അവിടുത്തെ ഭഗവാന്റെ വൃത്യനായിട്ടുള്ള ആ നാരദർ എന്നെ അനുഗ്രഹിച്ചതാണ് എനിക്കിങ്ങനെ ആയത്. അപ്പോൾ പിന്നെ എന്നോടും അവിടുന്ന് ദാസന്മാരോടുകൂടി എന്നെയും അവിടുത്തെ ദാസന്മാരോടുകൂടി എന്നെയും യോജിപ്പിക്കണമേ. ഭഗവത് ഭക്തന്മാരെയാണ് എൻ്റെ ഭഗവത് ദാസന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നെ ഹനിക്കുവാൻ വേണ്ടി അവിടുന്ന് വാളൊന്നും എടുക്കാതെ വാൾ കൊണ്ട് അങ്ങയുടെ ആശ്രിതനും പുതിനെ വധിക്കുന്നതായ ആ പ്രവൃത്തി എൻ്റെ അച്ഛൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവിടെ തന്നെയല്ലേ എന്നെ രക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള അവിടുന്ന് എന്നെ രക്ഷിച്ചത് മാത്രമല്ല ഇപ്പോൾ ശിരസിൽ കൈവച്ച് അതല്ലാതെ എൻ്റെ വാക്ക് സത്യമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. എപ്പോഴും അവിടുന്ന് തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും. അവിടുന്ന് തന്നെ അതിൽ പ്രവേശിച്ചിട്ട് ആ ശരീരത്തിൽ പ്രവേശിച്ച് സത്വരജതമ ഗുണങ്ങളെ അംഗീകരിപ്പിച്ച്
അവർ നമ്മളെ പാലിക്കുന്നതും സംഭരിക്കുന്നതും എല്ലാം അവിടുന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അവിടുന്ന് ഏകൻ തന്നെ, എന്നാൽ അനേകൻ ഇതുപോലെ വിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഭഗവാൻ തന്നെയാണ് ഈ സർവ്വലോകത്തിലും കാണുന്നത്. അങ്ങനെയുള്ള അവിടുന്ന് ആണ് സത്ത്, ബാക്കിയെല്ലാം അസത്താണ് എന്ന് പറഞ്ഞ് തത്വം പറയുകയാണ് പ്രഹ്ലാദൻ. ആ ഭഗവാന്റെ പ്രളയകാലത്തേക്കും ഭഗവാന്റെ ആ യോഗസ്ഥിതിയെയും ഒക്കെ പറയുകയാണ്. എല്ലാം നശിക്കുമ്പോഴും ആ ഭഗവാൻ എന്നും നിലനിൽക്കുന്നു. പ്രളയത്തിൽ കൂടി അവിടുന്ന് യോഗനിദ്രയാണ് ആർജിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അന്ധകാലത്തിൽ ആവൃതനല്ലാത്ത വെറും പ്രകാശ സ്വരൂപനായ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ആ സ്വരൂപം ഭഗവാന്റെ സ്വരൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. തസ്യൈവ ദേവമുരിതം നിജകാലശക്ത്യാ സഞ്ജോനിതം പ്രകൃതിധർമ്മണ ആത്മഗൂഢം അംബസ്യനന്ദസേനാദ്രിരമത്സമാധി നാരേ നാഭീരഭൂ സ്വകണികാവടമെന്നവാച്യം. ആ ഉൽപ്പത്തിക്ക് മുൻപുള്ള സ്ഥിതിയും ഉത്പാദന കാരണമായിട്ടുള്ള ഭഗവാനും എല്ലാം അവിടുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള തത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രഹ്ലാദൻ. ആ കാരണസ്വരൂപനായിട്ട് ഉണ്ടായതും അവിടുന്ന് തന്നെ, മദ്യത്തിൽ നിന്ന് സർവത്തെയും രക്ഷിക്കുന്നതും എല്ലാറ്റിനും ബീജമായിട്ടിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് എത്ര പുറത്തു തിരിഞ്ഞാലും കാണാൻ കണ്ടുകിട്ടുകയില്ല. അങ്ങനെയുള്ള അവിടുന്ന് എന്തെന്നാൽ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സ്ഥിതിയാണ് ഭഗവാൻ. അങ്ങനെ തന്നെ ഏറ്റവും ബഹിർത്തായിട്ടുള്ള ആ ഏറ്റവും വലുതായിട്ട് ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിപ്പത്തിലുള്ളതും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഏറ്റവും ചെറുവിലാളുകയും ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. സർവസ്വം ഭഗവാനാണ്, ഭഗവാൻ അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് ആ പ്രഹ്ലാദൻ ഭഗവാനോട് തന്നെ പറയുകയാണ്. അവിടുന്ന് തന്നെയാണ് സർവസ്വവും എന്ന് പറയുകയാണ്. അബ്രഹ്മവാദികൾക്കെല്ലാം ഇത് അറിയാം. ഏവം സത്വാത്മയോനി സത്വാത്മയോനിസ്മിത ആസ്തിഭോജ്യം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവാ ത്വാമാത്മനീശ ഭുവിഗന്ധമിവാദി സൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിദദർശ. ആ ഭഗവാൻ അവിടുന്ന് തന്നെ, അവിടുന്ന് ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ബ്രഹ്മദേവൻ ഉത്ഭവിച്ചത്. എന്നിട്ടും ആ ബ്രഹ്മദേവൻ വളരെ കാലം അവിടുത്തെ തിരിഞ്ഞ് നടക്കുകയുണ്ടായി, വളരെയധികം തപസ്സു ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള അവിടുന്ന് കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടുന്ന് അതിസൂക്ഷ്മമായിട്ട് അവിടുത്തെ കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ള ഭഗവാനെ കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. ആ ബ്രഹ്മദേവൻ എങ്ങനെയാണോ അത്ര കഷ്ടപ്പെട്ട് അവിടുത്തെ അറിഞ്ഞത് അവിടുത്തെ അറിയാൻ അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് കൂടി ചോദിക്കുകയാണ്. അത്രയ്ക്കും സൂക്ഷ്മസ്വരൂപനും ബൃഹസ്വരൂപനുമാണ് ഭഗവാൻ. അതായത് ബ്രഹ്മദേവൻ അതേക്ക് തിരിഞ്ഞപ്പോൾ അനേകായിരം കണ്ണുകളും മൂക്കുകളും മുഖങ്ങളും കൈകളും എല്ലാം ഉള്ള അവിടുത്തെ ആ വിരാട് സ്വരൂപം കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ്. തസ്മൈ ഭവാൻ കയശിരസ്തലോ ജബിഭ്രത് വേദദ്രുഹാവതിബലോ മധുകൈടവാക്യോ അത്വാനയശ്രുതിഗണാംശു രജസ്തമശ്ച സത്വം തവ പ്രിയതമാ തനുമാമനന്തി. ആ മധുകൈടവന്മാർ ഭഗവാനിൽ നിന്ന് തന്നെ കർണമലത്തിൽ നിന്നുണ്ടായതാണ് മധുകൈടവന്മാർ. അവരെ എങ്ങനെയാണ് ഭഗവാൻ
നിഗ്രഹിച്ചിട്ട് ഈ ഭൂമി ഉണ്ടായത് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ. അതായത് സത്വം കൊണ്ട് മാത്രമേ രജസ്തമോ ഗുണങ്ങളെ കീഴടക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാന്റെ ആ സത്വഗുണമാണ് ആ മധുകേടവന്മാരെ വധിക്കുവാൻ സഹായിച്ചത് എന്നൊക്കെ ആ കുഞ്ഞിനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്നാൽ അവൻ ഗർഭത്തിലിരിക്കുമ്പോൾ നാരദർ അവന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെല്ലാമാണ് തോന്നുന്നു. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചപ്പോൾ വായിൽ കൂടി ഭക്തിയോടുകൂടി സ്തുതിയായിട്ട് ഒഴുകി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലോകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിപ്പോൾ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഓരോ സമയത്തും ഓരോ കഷ്ടം വരുമ്പോഴും പല പല രൂപങ്ങൾ, യുദ്ധം, ധൃതി, ഋഷി, ദേവ, ജഷം, എല്ലാ ഓരോരോ രൂപം ഓരോ പ്രാവശ്യത്തും മത്സ്യാവതാരവും ഋഷിയായിട്ട് വാമനായിട്ടും ഓരോന്നുമായിട്ടും അതത് യുഗങ്ങളിൽ അതത് ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് കൊണ്ട് അവിടുന്ന് ഓരോ യുഗത്തിലും ജനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടത്തിനെ സ്ത്രീ യുഗോ എന്ന് പറയും. സ്ത്രീ എല്ലാ യുഗത്തിലും ഉള്ളവൻ, 3 യുഗത്തിലും നിലനിൽക്കുന്നവൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഭഗവാന്റെ തത്വത്തേക്ക് അല്പസ്വല്പം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവിടുത്തെ കഥകളിൽ എപ്പോഴും രമിച്ചിരിക്കുന്ന ഞാൻ എന്തെങ്കിലും വിഷമം, അതായത് മറ്റുള്ള യേശൻ തന്റെ അച്ഛൻ ചെയ്യുന്ന ദുഃഖത്തിലൊക്കെ ചലിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഞാൻ അവിടുത്തെ തത്വസ്വരൂപത്തെ ചിന്തിക്കുക. അതായത് നമ്മൾ ദുഃഖിത മനസ്സിലായാൽ കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് നിശ്ചലമായി ആ ഒരു ചലനമില്ലാത്ത മനസ്സ് ലഭിക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സ് ചഞ്ചലമാകുമ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ചഞ്ചലമാകുന്നു. മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സാധനം കഴിക്കണമെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കൈകൾ എടുക്കുകയും വേണ്ടെന്ന് കരുതിയാലും എടുക്കുകയും ചെയ്യുകയും ചെയ്യും. അതുമാതിരി ഓരോ വസ്തുക്കളിലും മനസ്സിന്റെ ചഞ്ചല്യം കൊണ്ട് നമുക്ക് ഓരോ ജിഹ്വകളും നമ്മളെ, അതായത് നമ്മളെ കൊണ്ട് നമ്മളെ ഓരോ അവയവവും ഇവിടെ പറയും, ശിഷ്ണു, ഉദരം, ശ്രവണം, പ്രാണം എല്ലാവർക്കും നമ്മളെ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അന്യോന്യ ജന്മ മരണാശന ഭീതഭീതം പശ്യഞ്ജനം സ്വപരവിഗ്രഹ വൈര്യമാത്രം അന്തേവി പാരചര ഗൂഢമധ്യ. ഇങ്ങനെ എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ ജനങ്ങളും ഇങ്ങനെ തന്റെ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് മനസ്സിന് വശപ്പെട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഭൂമി കഷ്ടപ്പെടുന്ന ഭക്തജനങ്ങളെ രക്ഷിക്കാൻ അവിടുന്ന് മാത്രമല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഈ മുടന്മാരെ അങ്ങ് രക്ഷിക്കണമേ, കാരുണ്യത്തോടുകൂടി കരകയറ്റണമേ എന്ന് ചോദിക്കുകയാണ്, പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. അസുരബാലന്മാരോട് പറയുകയാണ്, എല്ലാവർക്കും സുഹൃത്തായിട്ടും എല്ലാവർക്കും ആത്മാവുമായിട്ടുമുള്ള ആ ഭഗവാനെ ഭജിപ്പാൻ എന്താണ് പ്രയാസം എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ ഇപ്പോൾ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഇങ്ങനെ അവിടുന്ന് പ്രാപിക്കുന്നവരെ ആനന്ദിപ്പിക്കാൻ അവിടുന്ന് എന്താണ് ഒരു കഷ്ടം? ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ഭക്തനല്ല, എല്ലാവരും സുഖത്തെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വേണമേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും, ഭക്തന്മാരെയും ഭഗവാനെയും എല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്നുള്ള ആ
ആ പ്രഹ്ലാദന്റെ മഹാത്മ്യം കൂടി ഈ ശ്ലോകത്തിലൂടെ പ്രഹ്ലാദൻ പ്രകടിപ്പിക്കുകയാണ്. നോവൈ നോവോതിജൈ പരപുരത്തിയ വൈതരണ്യാം തവീരഗായ ഗായന മഹാകൃതമഗ്നചിത്ത ശോചേതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥഃ മായാസുഖായ ബലമുദ്വഹതോ വിമൂഢാൻ. അങ്ങനെയുള്ള ഭക്തവശനായ പ്രഹ്ലാദനെ ഞാൻ ഈ സംസാര സാഗരത്തിൽ നിന്നും കടത്തിവിടാം എന്ന് അവിടുന്ന് പറയണമേ. അതിനു വേണ്ടിയിട്ട് പറയുകയാണ്, അല്ലയോ പുരുഷോത്തമ, അന്യർക്ക് കടക്കാൻ പ്രയാസമുള്ള ഈ സംസാര സാഗരം, അതായത് സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, ഈ ലൗകിക ജീവിതം, ഇതിൽ നിന്നും ഇതിൽ എല്ലാവരും തന്നെ കഷ്ടപ്പെടുകയാണ്. സുഖം എന്ന് തൽക്കാലം തോന്നുന്നതാണ്, ഇപ്പോൾ തോന്നുന്ന സുഖം പിന്നെ കഷ്ടമായി മാറും. അങ്ങനെയുള്ള ഈ സംസാര സാഗരത്തിൽ വെച്ച് അവിടുന്ന് എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്, അവരെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രായേണ ദേവമുനിയസ്സ വിമുക്തികാ മൗനം ചരന്തി വിജയേന പ്രാർത്ഥനിഷ്ഠ നൈദാൻ വിഹായ ഗുണവിമുക്ഷയേകോ ജ്ഞാനന്ദസ്യ ശരണം ബ്രഹ്മതോനുപശ്യേ. എല്ലാവർക്കും മുക്തി നൽകണം എന്നാണ് പ്രഹ്ലാദൻ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ എന്നെ മാത്രം കരകയറ്റി മറ്റുള്ളവരെയൊക്കെ ഈ ലോകത്തുള്ള മുനിമാരൊക്കെ രക്ഷിച്ചുകൊള്ളും എന്ന് അങ്ങനെ പറയരുത്. ഞാനിങ്ങനെ ഈ ലോകത്ത് മുനിമാരും നല്ല ആൾക്കാരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. എന്നെ മാത്രം രക്ഷിച്ചാൽ പോരാ, മറ്റുള്ളവരെയെല്ലാം ഈ ലോകത്തുള്ള മഹാന്മാർ രക്ഷിക്കും. അല്ലെങ്കിൽ മഹാന്മാർ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കണമേ, ഇവിടെയുള്ള എല്ലാ അസുരന്മാരെയും എല്ലാവരെയും രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. ഗൃഹമേതി സുഖം ഹിതുച്ഛം കണ്ടൂയനേന കരയോനിവ ദുഃഖ ദുഃഖം തൃപ്യന്തിനേക കൃപണാ ബഹുദുഃഖഭാഷ കണ്ടൂനിവൻ മനസ്സിജം വിഷഹേതനീര. ഈ ലോകധർമ്മത്തെ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ സാധാരണ കുടുംബ ജീവിതം കൊണ്ട് നടക്കുന്നവർക്ക് അതിൽ നിന്നും വിരുത്തി നേടി ഭഗവാനെ തന്നെ പ്രാപിക്കുവാൻ സാധിക്കണമേ. ഈ ഇങ്ങനെയുള്ള ഗൃഹജീവിതത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം, ബഹുദുഃഖ ഭാഷ, എപ്പോഴും അവർക്ക് കരകരയാൻ വേണ്ടി ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അടുത്തത് കഴിയുമ്പോൾ അടുത്തത് എന്നിങ്ങനെയുള്ള ഒരുപാടായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നും വിരക്തി പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയാണ്. മൗനം പ്രദർശനതമോ അർത്ഥേന സ്വധർമ്മം വ്യാഖ്യാനഹോ ജപസമാധയ ആപവർഗ്യ പ്രായപരം പുരുഷത്തെ തുജിതേന്ദ്രിയാണാം വാർത്താഭവകൃതന വാർത്തദുഃഖാംഭികാനാം. ഞാൻ അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ വേണ്ടി അവർക്ക് സ്വന്തം തപസ്സും മോഹനവ്രതങ്ങളും മറ്റുള്ള തപസ്, അധ്യായനം, സ്വധർമ്മം, വാക്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സ്വയം അതിൽ നിന്നും മോചിതരായിക്കൂടെ എന്ന് നിങ്ങൾ സംശയിക്കരുത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം കഷ്ടവുമാണ്. ചിലപ്പോൾ ഇതെല്ലാം ആചരിച്ചാൽ ചിലപ്പോൾ മോചനം കിട്ടും, ചിലപ്പോൾ മോചനം കിട്ടുകയില്ല, ഈ പുറത്തെയുള്ള എല്ലാ യോഗധർമ്മങ്ങളും. എന്നാൽ ഭഗവാനെ അനുഗ്രഹിച്ചാലും ഒന്നിൻ്റെയും ആവശ്യമില്ല, ഒരു നിമിഷം മതി ആ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമുക്ക് രക്ഷ നേടാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രൂപീമ സരസ്വതീ തവ സൃഷ്ടി ബീജാംകുരാവിവച ചാന്യത രൂപകസ്യ യുക്താ സമക്ഷമുപയത്ര വിജാന്യത്വാ യോഗീന വഗ്നിവിവദാനുഷു നാന്യതസ്സ. അങ്ങനെയുള്ള അവിടുത്തെ കുറിച്ചുള്ള പരമ ജ്ഞാനം കൊണ്ട് മാത്രമേ എല്ലാവർക്കും ഭക്തി അത് ലഭിക്കണമെങ്കിൽ കൂടി വേണം ഭഗവാന്റെ അനുഗ്രഹം. അതില്ലാണ്ട് ഭക്തി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അവിടുത്തെ കുറിച്ചുള്ള പരമാർത്ഥ ജ്ഞാനം കിട്ടിയാൽ അവർക്കെല്ലാവർക്കും മോക്ഷം ലഭിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ പരമാർത്ഥ വസ്തുവായിട്ടുള്ള പുരുഷങ്ങളെയും യോഗേന ഭക്തി ദാരുക്കളെയെല്ലാം എങ്ങനെയാണോ തീ കെടുത്തുന്നത്, അതുപോലെ ഞങ്ങളിലുള്ള മനുഷ്യരിലുള്ള സാധാരണ ജനങ്ങളിലുള്ള വിഷയവാസന അവിടുന്ന് നശിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അതായത് ഈ ലോകത്ത് കാണുന്ന വായു, അഗ്നി, എല്ലാം അമ്പു, ആകാശം, ഭൂമി സർവസ്വവും അവിടുന്ന്
മാത്രമാണ്. എല്ലാം നിലനിൽക്കുന്നത് അവിടെ നിന്നാണ്. അവിടുന്ന് മാത്രമാണ് സർവസ്വവും. അവിടെ നിന്ന് അന്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. നീതേ ഗുണാനഗുണിനോ മഹതാതയോയി സർവേ മനഃപ്രകൃതയ സഹദേവമത്യ ആദ്യന്തവന്തൗലുകായ വിദന്തിരിപ്പ ഏവം ബ്രഹ്മശ്രുതിയോ വിരമന്തി ശ്രദ്ധാ. ഭഗവാനെ എന്നാൽ ഭക്തന്മാരല്ലാത്തവർക്ക് ഒന്നിനും ഭഗവാനെ കാണാൻ കഴിയുകയില്ല. അവരെ ഈ കാണുന്നത് അത്രയും സത്യമാണ്. അതെല്ലാം അതിൻ്റെ കഴിവുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് കരുതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് വേറെ ഒന്നും പറയാനില്ല. എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നത് നിരന്തരം നമുക്ക് ഉപാസനകൾ കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാം. അതല്ലാതെ ഇതിന് വേറെ ഒരു ഇതുമില്ല. ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ യുക്തിവാദികളായിട്ടുള്ളവർ എന്താണ് ഭക്തി? നീ കണ്ടിട്ടുണ്ടോ ആത്മാവിനെ? ആത്മാവുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നു. ഈശ്വരനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് കാണാത്തത് ഇല്ല എന്നല്ല. അതിൽക്കൂടി ഇവിടെയുള്ള വായു നാം കാണുന്നില്ല. പക്ഷെ അവരോട് നമുക്ക് വാക്കിൽ കൂടി ജയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ആ സത്യം മനസ്സിലാക്കാൻ ദൈവം തന്നെ അനുഗ്രഹിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിനാണ് മരണാനന്തരക്രിയ ചെയ്യുന്നത്? അങ്ങനെ ഒരു ജീവൻ ശരീരം വിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ അവർ യുക്തിയിലൂടെ ബാധിക്കും. അങ്ങനെയുള്ളവരെയും രക്ഷിക്കാൻ അവിടുന്ന് മാത്രമല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ആ കുമാരൻ പറയുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ അനുഗ്രഹം ഒന്നും വേണ്ട, എനിക്ക് അവിടുത്തെ ഭക്തി മാത്രം മതി എന്ന് പറയുന്ന പ്രഹ്ലാദൻ ഒരു സമയത്ത് ഭഗവാൻ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, എത്രയും ദുഷ്ടനായാലും എൻ്റെ അച്ഛന് മോക്ഷം നൽകണമേ എന്ന ഒരു ദുഷ്ടനായിട്ടുള്ളവനാണ് എങ്കിലും അദ്ദേഹത്തിന് മോക്ഷം നൽകണമേ. മോക്ഷം നൽകി എൻ്റെ ഭക്തൻ അതിഭക്തനായിട്ടുള്ള ആ പ്രഹ്ലാദൻ പറയുകയാണ്, എൻ്റെ അച്ഛന് മോക്ഷം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അത് സപ്തമസ്കന്ധ ദശമോധ്യായ നാരദോവാച ഭക്തിയോഗസ്യ തത്സർവം അന്തരായതയാർഭക മന്യമാനോ ഋഷികേശം സ്മയമാന ഉവാചക. പ്രഹ്ലാദോവാച മാമാ പ്രലോഭയോത്പത്യ സക്തം കാമേഷു കൈവരി തത്സംഗഭീതോ നിർവിഘ്നോ മുമുക്ഷുസ്താമുപാശ്രിത വൃത്യലക്ഷണ ജിജ്ഞാസു ഭക്തം കാമേഷു ചോദയൻ ഭവാൻ സംസാരമീനേഷു ഹൃദയകൃതിഷു പ്രഭോ നാന്യതാ ദേഹില ഗുരു ഘടേന കരുണാത്മന ആശാസ്തേ ന സഭൃത്യ സവൈവനി ആശാസാനോ ന വൈഭൃത്യ സ്വാമിന്യാശിഷാത്മന ന സ്വാമി ഭൃത്യത സ്വാമി ഇച്ഛന്യോരു വിചാരിഷ അഹം ത്വാഗമം ഭക്തം ത്വം ച സാമിന്യഭാഷയാ നാന്യേതാ ഭാവയോരർത്തോ രാജസേവകയോരിവ യദി രാശീശമേകാമാൻ വരാം ത്വം വരദർശഭ കാമാനാം ഹൃദ്യസംയോഗം ഭവതസ്തു ഹൃണീവരം ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാ ധർമ്മോധതിർമതി തേജസ്പതി സത്യം യസ്യ നശ്യന്തി ജന്മനാ വിമുച്യതി യഥാ കാമം മാനവോ മനസി സ്ഥിതാൻ തജ്ജീവ പുണ്ഡരീകാക്ഷ ഭവത്തത്വായ കൽപ്പതേ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരേ അത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരേ അത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഓം തത്സത്. നൃസിംഹോവാച. ഇവിടെ ഇങ്ങനെ പ്രഹ്ലാദൻ പറയുകയായിട്ട് നരസിംഹ പറയുകയാണ്, ആശാസകേ മുദ്രജയേ ഭവദ്വിദ അദാപി മന്വന്തരമേതത്ര ദിഗ്ഗേശ്വരാണാം അനുഭോക്ഷഭോഗാൻ കഥാമതീയാനുഷമാണം പ്രിയാസ്മ ആമീശ്യമാത്മനിബന്ധനേയം സർവേഷു ഭൂതേഷു ദീപ്യമീശം യജ്ജസ്യ യോഗേന ച കർമ്മഹിന്ദ്രൻ ഭോഗേന പുണ്യം കുശലേന പാപം കളേപരം കാലജയേന വിദ്വാ കീർത്തിം വിശുദ്ധാം സുരലോകനീതം വിദായ മാമേശസി മുക്തബന്ധാ. ഏതത് കീർത്തയേൻ മഹ്യം ത്വയാ ഗീതമിദം നരാ ത്വാം ച മാം ച സ്മരൻകായേ കർമ്മബന്ധാ പ്രമുച്യതേ. ഭഗവാൻ പറയുകയാണ്, ഈ ഇപ്പോൾ പറഞ്ഞ ഈ സ്തോത്രം
ആരാണോ കാലത്ത് രാവിലത്തെ സമയത്ത് സ്മരിക്കുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നത് അവർക്ക് എല്ലാവിധ കർമ്മബന്ധങ്ങളിൽ നിന്നും പ്രമുഖരാകും, മുക്തി നേടും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ കർമ്മബന്ധത്തിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. പ്രഹ്ലാദോവാച വരം വരേതത്തെ വരദീശാമീശ്വര യദനിദ്ദത്വിധാമീത്വാം അവിദ്വാം തേജ ഐശ്വര്യം. അവിടുന്ന് വരം എടുത്തുകൊള്ളൂ എന്നല്ലേ പറയുന്നത്. എനിക്കെന്നാൽ ഈ വരം നൽകൂ, എൻ്റെ പിതാവിനെ ഉദ്ധരിക്കൂ. അത്രയ്ക്കും ദ്രോഹം ചെയ്ത് മഹാദുഷ്ടനായ അവിടുന്ന് വധിച്ച അവനെ ഉദ്ധരിപ്പിക്കൂ എന്ന് പറയുകയാണ്. അത്രയും ദ്രോഹം ചെയ്തിട്ടും അത്ര പ്രാവശ്യം തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ മകന്റെ പിതൃവാത്സല്യമാണ് ഇവിടെ കാണുന്നത്. ശ്രീ ഭഗവാൻ വാച ത്രിസപ്തമി പിതാ ഭൂതാ പിതൃഭിः സഹ തേന യസ്സാധുസ്യ ഗൃഹേ ജാതോ ഭവാൻ വേ കുലപാവന യത്ര യത്ര മദ്ഭക്താ പ്രശാന്താ സമുദർശിന സാധവസമുദ്രാരാസ്തേ പൂയന്ത്യവികീകടാ സർവാത്മനാ ന ഹിംസന്തി ഭൂതഗ്രാമേഷു കിഞ്ചന ഉച്ചാപതീഷു ദൈത്യേന്ദ്ര മദ്ഭാവേന ഗതസ്പൃഹാ ഭവന്തി പുരുഷാ ലോകേ മൽപത്വാ കാമനുവ്രതാ ഭവാൻ വേ ഖലു ഭക്താനാം സർവേഷാം പ്രതിരൂപതൃ കുരുത്വം പ്രിയകാര്യാണി പിതുഭൂതസ്യ സർവശഃ മദംഗസ്പശ്യനേനാംഗ ലോകാന്യാസിഷു പ്രജാ വിദ്യം ച സ്ഥാനമാദിശ്ച യഥോക്തം ബ്രഹ്മവാദിനി മയ്യാവേശ്യ മനസ്താത കുരു കർമ്മണി മത്പരാ. ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യും, എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. നാരദോവാച പ്രഹ്ലാദോപി തഥാ ചക്രേ വിദുർയത്സംപരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദ്വിജോത്തമൈ. ആ പ്രഹ്ലാദനെ രാജാവായിട്ട് അഭിഷേകം പ്രസാദാസമുഖം ദൃഷ്ട്വാ ബ്രഹ്മാനരഹരിം ഹരിം സ്തുത്വാ വാഗ്മി പവിത്രാണി പ്രാഹദേവാദിവികൃത. വീണ്ടും ബ്രഹ്മാവ് ആ നരഹരിയെ വണങ്ങുകയാണ്. ആദ്യം നരഹരിയെ വണങ്ങിയിട്ട് ഭയങ്കര ക്രോധഭാവമായിരുന്നു, ഇപ്പോൾ കരുണാഭാവത്തിലായതിനു ശേഷം വീണ്ടും വണങ്ങുകയാണ്. ദേവദേവാദിരാധക്ഷ ഭൂതഭാവന പൂർവശ ദിശ്ചാദേജതത്പാപോ ലോകസന്താപനസുര യോസോ യത്തവലോകത്തോ നവദ്യോ ന സൃഷ്ടിഭി തപോ യോഗപലോന്നത സമസ്ത നിഗമാനഹൻ ദിശ്ചാസ്യതനയ സാധു മഹാഭാഗവതോപക ത്വയാ വിമോചിതോ മൃത്യോ ദിശ്ചാതാം സമിധോധുനാ ഏതത് ബഹുസ്തേ ഭഗവാൻ ധ്യായതഃ പ്രേതാത്മന സർവതോ ഗോപ്യ സംത്രാസാൻ മൃത്യോരവിജിതം സദാ. നൃസിംഹോ വാച മേവം വരോ സുരാണാം ദേ ഹൃദയ പദ്മസംഭവ പരക്രൂരൻ സദ്ഗാണ മഹീനാമൃതം യദാ. നാരദോ വാച ഇത്യുക്ത്വാ ഭഗവാൻ രാജം തൈത്രേവാഗതദേഹരി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ഹരി എന്തിനാണോ താൻ അവതാരമെടുത്തത് അത് ചെയ്ത് തന്റെ ഭക്തന്റെ സ്തുതിയും കേട്ട് ഭക്തനെ അനുഗ്രഹിച്ചിട്ട് അന്തർദാനം ചെയ്തു. തദേവാന്തർദദേഹരി അദൃശ്യ സർവഭൂതാനാം പൂജിത പരമേശ്വര. എല്ലാ ഭൂതങ്ങൾക്കും അദൃശ്യനാണ്, എന്നാൽ പൂജിക്കുന്നവർക്ക് ദൃശ്യനുമാണ്. തദസംഭൂജ്യ ശിരസാ പവന്തേ പരമേശ്വരം ഭവം പ്രജാപതിം ദേവാൻ പ്രഹ്ലാദോ ഭഗവത്കല തദക്ലാവ്യാദിഭിः സാധു മുനിഭിः കമലാസന ദൈത്യാനാം ദാനവാനാം ച പ്രഹ്ലാദം മകരോത്പത്തി പ്രതിനന്ദ്യ തതോ ദേവാ പ്രീജ്യ പരമാശിഷ സ്വധാമാനീയോ രാജൻ ബ്രഹ്മാദ്യാ പരിപൂജിത. ഏവം തോ പാർഷദോ വിഷ്ണു പുത്രത്വം പ്രാപിതോ ദിനേ ഹൃദിസ്ഥിതേന ഹരിണ വൈരഭാവേന തൗഹദോ. ഓം ശ്രീകൃഷ്ണായ നമഃ. പുനശ്ച വിപ്രസാദേന രാക്ഷസോതോ ബഭൂവതു കുംഭകർണദശഗ്രീവോ ഹതോതു രാമവിക്രമേ. അടുത്ത ജന്മത്തിൽ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യശിവവും കുംഭകർണനും
രാവണനുമായിട്ട് ജനിച്ചു, ശ്രീരാമനായിട്ട് ഭഗവാൻ ഹരിച്ചു. ശയാനോ വിധിനിർഭിന്ന ഹൃദയോ രാമസായകേ തച്ചിത്തോ ജഗുത്തോദ്ദേഹം യഥാ പ്രാർത്ഥാന ജന്മനി താവിഘാത പുനർജാതോ ശിശുപാലവൃഷജോ ഹരോ വൈരാനുബന്ധേന പശ്യതത്തെ സമീയയോ. പിന്നീട് ശിശുപാലനും ദന്തഭക്തനുമായിട്ട് ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ ഭരിച്ചു. ഏന പൂർവകൃതം യത്തൻ രാജാന കൃഷ്ണവൈരിന ജഗുസ്തംഭി തദാത്മാനം ഈടപ്പേശസ്തുതോ യഥാ 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 ഭഗവതോ ഭക്ത്യാ പരമയാഭിതാ കൃപാചൈര്യാദയസ്യാമം ഹരേ സച്ചിന്തയായോ. ആഖ്യാതം സർവമേധത്തെ യന്മാം ത്വം പരിപൃഷ്ടവാൻ ദമഘോഷസുധാദീന ഹരേ സ്വാത്മ്യം അഭിദ്വിഷാം. ദേശത്തോടുകൂടിയായാലും ഭയത്തോടുകൂടിയായാലും വൈരാഗ്യത്തോടുകൂടിയായാലും ഇവരൊക്കെ എപ്പോഴും കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, അയ്യോ ഇത് നോക്കിയാലും കൃഷ്ണൻ, അതാ ഇദ്ദേഹത്തെ കൊല്ലാൻ കൃഷ്ണൻ. അങ്ങനെയുള്ള കംസനും ഭഗവാൻ മോക്ഷമാണ് കൊടുത്തത്. അതേമാതിരി ശിശുപാലനൊക്കെ എപ്പോഴും ഭഗവാനോടുള്ള ദേഷ്യം കൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയുള്ള ശിശുപാലനും ഭഗവാൻ മോക്ഷമാണ് കൊടുത്തത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഭഗവാൻ തന്നെ സ്മരിക്കുന്നവർക്ക് യഥാ യഥാ ഭഗവതോ ഭക്ത്യാ പരമയാമിത, ഭക്തിയോടുകൂടിയായാലും ഭയത്തോടുകൂടിയായാലും എങ്ങനെയായാലും അവർക്ക് ഭഗവാൻ തന്റെ പ്രാപ്തിത നൽകുന്നു. ത്രിഭാസ്വാമ്യം ഹരീസിദ്ധയാ സദാ. ആ ശിശുപാലനും എപ്പോഴും അദ്ദേഹത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും ആ ഭഗവാന്റെ സാന്നിധ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ആഖ്യാനം സർവമേധത്തെ യന്മാം ത്വാം പരിപൃഷ്ടവാൻ ദമഘോഷസുധാദീന ഹരേ സാത്മ്യം അഭിദ്വിഷാം. യേശാ ബ്രഹ്മണ്യദേവസ്യ കൃഷ്ണസ്യ ച മഹാത്മന അവതാരകഥാ പുണ്യോ വധായത്രാവിദേദ്യയോ. പ്രഹ്ലാദസ്യാനുചരിതം മഹാഭാഗവതസ്യ ച ഭക്തിജ്ഞാനം വിരക്തി ച യഥാജ്ഞം ചാസ്യ വൈഹരേ. ഈ പ്രഹ്ലാദ ചരിതം, മഹാഭാഗവതനായിട്ടുള്ള ഈ പ്രഹ്ലാദന്റെ ചരിതം ഭക്തിയും ജ്ഞാനവും വിരക്തിയും എല്ലാം ഉണ്ടാക്കാൻ പരിപൂർണമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. സർഗസ്ഥിത്യപ്യേശ്യ ഗുണകർമാനുവർണ്ണനം പരാമരീഷസ്ഥാനാനാം കാലേന ഹൃദയോ മഹാൻ ധർമ്മോ ഭാഗവതാനാം ച ഭഗവാന്യേന ഗമ്യതേ. ആഖ്യാനേസ്മിൻ സമാംനാഥ ആധ്യാത്മികം വശേഷത. ഹേ പുണ്യമാഖ്യാനം വിഷ്ണോർവീര്യോപബൃംഹിതം കീർത്തേ ശ്രദ്ധയാ ശ്രുത്വാ കർമ്മവാശീ വിമുച്യതേ. നേരത്തെ പറഞ്ഞ മാതിരി ഈ ഭഗവാന്റെ പ്രഹ്ലാദ ചരിതം വളരെ ശ്രദ്ധയോടും കൂടിയിട്ട് ആരാണോ കേൾക്കുന്നത് അവർക്ക് എല്ലാവിധ കർമ്മഭാഷ പൂർവജന്മ പ്രാരാബ്ധങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തി നേടും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നാരദൻ. അതിൽ ഒരു സംശയം വേണ്ടത്രേ. കേൾവിക്കാണ് കണ്ട. എവിടെയും കേൾവി, ശ്രവണം ശ്രുത്വ, വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതിനാണ് മുഖ്യത്വം പറയുന്നത്. കീർത്തിക്കുന്നത് തെറ്റല്ല, എന്നാൽ കീർത്തിയേക്കാൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് ആണ് മുഖ്യമായിട്ട് എല്ലായിടത്തും പറയുന്നത്. ഏതദ്യ ആദി പുരുഷസ്യ മൃഗേന്ദ്രലീലാ ദൈത്യേന്ദ്രയൂതഭവതം പ്രയതം ഭടയത ദൈത്യാത്മജസ്യ സദാം പ്രവരസ്യ പുണ്യം ശ്രുത്വാനുഭാവമകുലോ വൈമീതി ലോകം. യൂയം ലോകേ വദഭൂരിഭാഗാ ലോകം പുനാനാം മുനയോഭിയന്തി യേഷാം ഗൃഹാനാ വസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. സവാ അയം ബ്രഹ്മ മഹദ്വിമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വാഗലുമാതുലേയ ആത്മാഗണീയോ വിദിഗുരുശ്ച നയസ്യ സാക്ഷാത് ഭവൽ പത്മജാതിഭി രൂപം ദിയാ വസ്തുതയോ ഭവന്വിതം മൗനേന ഭക്ത്യോപശമേന പൂജിത പ്രസീദതാമേശ്വര സാത്വദാമ്പതി. സ ഏഷ ഭവാൻ രാജൻ വിദനോദ്വിഹിതം യശ പുരാ രുദ്രസ്യ ദേവസ്യ മയേനാനന്ദമായിന. രാജോവാച കസ്മിൻ കർമ്മണി ദേവസ്യ മയോ പഞ്ചകരീഷിതു യഥാ ശോഭജിതാ കീർത്തി കൃഷ്ണാനാനേന കഥ്യതാ. നാരദോവാച നിശ്ചിതാ അസുരാ ദേവേ വിദ്യനാ ഉദ്യന്യേനോപബൃംഹിതേ മായിനാ പരമാചര്യം മയം ശരണമായയോ. സ നിർമാല്യ പുരസ്തിശ്രോ ഐമീരപ്യായ
വിഭു ദുർലക്ഷ്യാപായ സംയോഗോ ദുർവിദഗ്ധ്യ പരിച്ഛദ താഭിസ്തേശ്വര സേനാന്യോ ലോകാംശേശ്വരാനുപാൻ സ്മരന്തോ നാസ്യാഞ്ചക്രു പൂർവവൈര്യമലക്ഷിത. ഭഗവാനെ സ്മരിച്ചാൽ ഈ ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാം. തദസ്തേശ്വരാ ലോക ഉപാസീശ്വരം വിഭോ ത്രാഹീനസ്ഥാവകാൻ ദേവ വിനഷ്ടാം ശ്രീപുരാണേ. അദാനുഗൃഹ്യ ഭഗവാൻ മാ വൈഷ്ണേവി സുരാൻ വിഭോ ശരം ദംശി സന്തായ പുരീശ്വസ്ത്രം വിമുഞ്ജത. തദോക്തിവർണം വിഷവ ഉദ്ഭേദു സൂര്യമണ്ഡല യഥാ മയൂഖ സന്തോഹ നാദൃശ്യന്ത പുരോഹിത. തൈസ്പൃഷ്ട്വാ സർവേ നിവേദു സ്മ പുരോഹസ. താനാനീയ മഹായോഗി മയക്കൂപരസേക്ഷിവ സിദ്ധാമൃതരസസ്പൃഷ്ട വ്രതജ്ജസാരാ മഹോജസ പുത്രസ്തു മേഘദലന വൈദ്യുതാ ഇവ ഭഗ്നയാ. വിലോക്യ ഭഗ്നസങ്കല്പം വിമനസ്കം ശ്രദ്ധജൻ തഥായം ഭഗവാൻ വിഷ്ണു സ്തോത്രം ഉപായമകൽപ്പയെ. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾ, എല്ലാ പാപങ്ങളും ആ വിഷ്ണു സ്തുതി കൊണ്ട് നശിച്ചു പോകും. ഇങ്ങനെ അഗ്നിയെല്ലാം ചാരമാക്കുന്നു, അതുപോലെ എല്ലാ പാപങ്ങളും നശിച്ച് ഇല്ലാതായി തീരും എന്ന് പല ഉദാഹരണങ്ങളെ കൂടി നാരദർ പറഞ്ഞു കൊടുക്കുകയാണ്. വത്സഹാസി തഥാ ബ്രഹ്മ സ്വയം വിഷ്ണുരയം ഹീഗോ പ്രവിശ്യത്തി പുരങ്കാലേ രസഗോഭാമൃതം വപോ തേസുരാജിതി പശ്യന്തോ നേശേദൻ വിമോഹിത. തദ്വിജ്ഞായ മഹായോഗി രസപാലാനിദം ജഗോ സ്വയം വിശോകശോകാത്മാ സ്മരൻ ദൈവഗതിം ച താം. ദേവോ സുരോ നരോന്യോ വാ നേശ്വരോസ്തി കശ്ചന ആത്മാനോന്യസ്യ വാ നിഷ്ഠം ദൈവേനോ ബോധിതം ത്വയോ അദാസോ ശക്തി വിശ്വാഭി ശംഭോ പ്രാകാനികം വിദാ. എല്ലാം ഭഗവാനെ അനുഗ്രഹിക്കാൻ ദേവാനാണോ അസുരനാണോ മനുഷ്യനാണോ മറ്റങ്ങനെയുള്ള ഒരു വകഭേദം ഒന്നുമില്ല. എല്ലാവരെയും ഭഗവാൻ തന്നെ പ്രാർത്ഥിച്ചാൽ, അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കുക വേണ്ട, ഭഗവാനെ എന്ന് ഭഗവാനോട് അടുക്കാൻ ശ്രമിച്ചാൽ മതി. ഭഗവാൻ അവരെ കൈപിടിച്ച് കൂട്ടി കൊണ്ടുപോയി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ധർമ്മജ്ഞാനവിദഗ്ധ തപോഹിത്യാഹ്യാദിനി രഥം സോദം ത്വജം വാഹാൻ ധനുർവർമ്മ ശരാരിയ സന്നദ്ധോരതമാസ്തായ ശരം ധനുർഭാഗതേ ശരം ധനുഷി സന്ധായ മുഹൂർത്തേവി ജിരീശ്വര ഗതാഹതേന ദുർഭേദാ ഹരോധ ത്രിപുരോനുപ ദിവിതുദ്ദുഹു യോനേദ്യോ വിമാനശതസങ്കുല ദേവർഷി സിദ്ധേശാഹേതി കുസുമോത്തരേ അവാകിരം ജഗുർപുഷ്പാ നന്ദുശ്ചാപ്തസൂരണ ഏവം തദ്വാ പുരസ്തിശ്രോ ഭഗവാൻ പുരകാർമുപ ബ്രഹ്മാണി സ്തുയമാന സ്വതാമപ്രതിപദ്യത. ഏവം വിധാന്യസ്യ ഹരേ സ്വമായയാ വിഡംബമാനസ്യ ലോകമാത്മന വീര്യാണി ഗീതാനുഷികിർജഗദ്ഗുരു ലോകാൻ പുനാന്യാന്യ പരം വദാമി കിം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിര നാരദ സംവാദേ ത്രിപുര വിജയോ നാമ ദശമോധ്യായഃ. ഒടുവിൽ ത്രിപുരത്തെ എങ്ങനെയാണ് ശിവഭഗവാൻ വിജയിച്ചത് എന്നുകൂടി പാരായണം ചെയ്തിട്ടാണ് അവസാനിപ്പിച്ചത്. കുറച്ച് ശ്ലോകങ്ങൾ. അത് അടുത്തത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഏകാദശോധ്യായത്തിൽ എങ്ങനെയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ, സനാതന ധർമ്മം എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിരന് നാരദർ. യുധിഷ്ഠിരൻ ചോദിക്കുന്നു, നാരദർ മറുപടി പറയുകയാണ്. അത് ഏകാദശോധ്യായം. പരിപോഷണം ആസ്തിക്യമുദ്യമോദിത്യം നൈഗുണം വൈശലക്ഷണം ശുദ്രസ്യ സൗന്ദര്യ ശൗചം സേവാ സ്വാമിന്യമായ അമന്വയജ്ഞോഹസ്ത്യം സത്യം ഗോ വിപ്രരക്ഷണം ശ്രീരാമജപതി ദേവാനാന്തൂലത തദ്വന്തുജനുഷ്ഠിസ്യ നിത്യം തന്ത്രകാരണം സംവാദനോപരേഭ്യം ഗൃഹമണ്ഡലോത്തരേ സ്വയം ച പണ്ഡിതാ നിത്യം പരിവിട്ടപരിച്ഛദാ വേദവിസ്മദോ രാജൻ ദ്വൈതദേഹശജമഹേ വിദ്യാസ്വഭാവജ്ഞാകർത്തമാനസ്വകർമ്മയെ ഇത്യാസ്വഭാവജംഗമ സേവയ വിരജ്യേതിധാരാജൻ കാമബിന്ദുവി യസ്യ ലക്ഷണം
യസ്യ യല്ലക്ഷണം പ്രോക്തം പുംസോ വാ വർണ്ണാഭിവ്യഞ്ജകം ചരണമശിരസാമേഘലാതിരവാസാംസി ജടാദ്യദണ്ഡകമണ്ഡലോ വിഭ്രയാതുപരീതം ച ഗർഭാപാണിയവേദോദിതം സായം പ്രാതചരിർഭൈഷ്യം ഗുരവേ തന്നിവേദയേ ൂജിതായേതോ നോ ചേതുപവസേ ക്വചിത് സുശീലോ മിതബുദ്ധക്ഷ ശ്രദ്ധദാനേതികേ ധാനോദികേന്ദ്രിയ യാവദർത്ഥം വ്യവഹരേ സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച വർജയേത് പ്രമഥാഘാത ആവൃഹസ്തോ ബൃഹത്പ്രദ ഇന്ദ്രിയാണി പ്രമാദീനി ഹര്യന്തവിയതേർമന കേശപ്രസാദോന്മർദ്ദ സ്നഭാനാഭ്യാജനാധികം ഗുരുശ്രീ യുവതീവി ആരയേനാത്മനോ യുവ നഗ്നഗ്നി പ്രമദാ നാമ കൃതകുംഭസമത്കുമാൻ സുധാമതിരഹോ ജഗൻ രജ്ഞതായാവതാർത്ഥകൃത് കൽപ്പയുക്താത്മനായാവത് യാവദ്ഭാസാമിതാമീശ്വര ദ്വൈത്യം താവൻ വിരമേ തതോ യസ്യ വിവേചയ ഒരു ബ്രഹ്മചാരിയുടെ വൃത്തികൾ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. സർവഭൂതസുദൃച്ഛാന്തോ നാരായണപരായണ പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസദോപേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ സുപ്തപ്രബോധയോ സന്താവാത്മനോ ഗതിമാത്മദൃക് പശ്യന്തന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതാ നാഭിനന്ദേ ധ്രുവം മൃത്യുമധ്രുവം വാസ്യ ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാ പ്രഭവാപ്യയം നാസാഛാത്രേഷു ഗജ്ജേത നോപജീവേത ജീവികാം വാദവാദാംസ്ത്യജേതർക്കാൻ പക്ഷം തം ജന സംക്രയേ ന ശിഷ്യാനനുബന്ധീന ഗ്രന്ഥാനൈവാഭ്യസേത് ബഹൂൻ ന വാക്യാമുപയുഞ്ജീത നാരംഭാനാരഭേത് ക്വചിത് ന യദേരാശ്രമപ്രായോ ധർമ്മഹേതുർമഹാത്മന ശാന്തസ്യ സമചിത്തസ്യ വിഭ്രയാതുദവാത്യജേത് അവ്യക്തലിംഗോ വ്യക്താതോ മനീഷുന്മത്തബാലവത് കവിർമൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേ നൃണാം അത്രാപ്യുദാഹരന്തി മമിതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ സംവാദം മുനേരാജകരസ്യ ച തം ശയാനന്ദരോ ഭക്തേ കാവ്യേരാം സത്യസാനുനി നിഗൂഢാമലതേജസാം ദദർശ ലോകാൻ വിചരം ലോകതത്വൈരണ്യേ ച സൂകരേ അന്യേ ജലസ്ഥലകേ സത്വേ വികൃത വിഗ്രഹൈ സേനയോരുഭയോ രാജൻ വിവിശുസ്തേ കൃതോ കൃതഃ ചിത്രധ്വജപടേ രാജന്നാദ പത്രൈ സിതാമരൈഃ മഹാധനേ വ്രജ ദണ്ഡൈർവ്യാജനൈർപ്രാപാർഗചാമരൈഃ വാദോദ്ധൂതോത്തരോഷ്ണീഷൈർച്ചിർഭിർവർമ്മഭൂഷണൈഃ സ്ഫുരദ്ഭിർവിശദൈः ശസ്ത്രൈः സുതരാം സൂര്യരശ്മിഭിः ദേവദാനവവീരാണാം ഭുജിന്യൗ പാണ്ഡുനന്ദന രേജദുർവീരമാലാഭ്യര്യാദസാമിവ സാഗരോ വൈരോചരോപരി സഖ്യേസോസുരാണാം സമൂപതി യാനം വൈകായസം നാമ കാമകർമ്മയ നിർമ്മിതം സർവസാംഗ്രാമികോ വേദം സർവാശ്ചര്യമയം പ്രഭോ അപ്രദർക്യമനിർദ്ദേശ്യം ദൃശ്യമാനമദർശനം ആശ്രിതദ്വിമാനാഗ്ര്യം സർവാനീകാധിപൈർവൃഥ ബാലവ്യജന ഛത്രാഗൈരേജേ ചന്ദ്രൈബോധയേ തസ്യാസൻ സർവതോ യാനേര്യൂധാനാ പദയോസുരാഃ നമുചി ശംബരോ ഗണോ വിപ്രചിത്തരയോ മുഖഃ വിർമൂർധാ കാലനാഭോധപ്രഖേതിർഹേതിരില്വര ശകുനിർഭൂതസംതാഭോ വജ്രദംശോ വിരോചന ഹയഗ്രീവശംഭുഗിരാ ശംഭുശിരാ കപിലോ മേഘലുന്ദുഭി താരകശക്രദൃക്ശുംഭോ നിശുംഭോ ജംഭുത്കലഃ അരിഷ്ടോരിഷ്ടനേമിശ്ച മയശ്ച ത്രിപുരാധിപ അന്യേ പൗരോമകാലേയോ നിവാദകവചാദയ പരമാത്മനേ നമഃ. അത അഷ്ടാദശോധ്യായ ശ്രീശുകോവാച യുക്തം വിരിഞ്ച സുതകർമ്മവീര്യ
പ്രാഗുവാമൃതഭൂരിനിത്യാം അദിത്യാം ചതുർഭുജസ്യ ഗദാചക്രാം വിശങ്കവാസാനളിനായ ദേശന ഇത്തം വിരിഞ്ജത്തു നിവർമ്മവീര്യാം പ്രാഗുർബഭൂവാമൃതഭൂരിനിത്യമ. ആദ്യത്തെ ശ്ലോകം തന്നെ വായിക്കുന്നത് അവതാരണം. ഇതം വിരിഞ്ജസ്തുലകർമ്മവീര്യം ഫലം ബഭൂവാമൃതഭൂരനിത്യാം ചതുർഭുജശങ്കഗദാചക്ര ആ ഭഗവാൻ അതൊക്കെ സ്വീകരിച്ച് വാമനമൂർത്തിയുടെ സർവശ്രേയസ്കരമായിട്ടുള്ള ആ ജന്മമാണ് ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം തത്സത് ഇത്തം വിരിഞ്ജത്തുതകർമ്മവീര്യാം പ്രാഗുർബഭൂവാമൃതഭൂരിനിത്യാം ചതുർഭുജശങ്കഗദാചക്ര വിശങ്കവാസാനളിനായ ദേശന സമാവദാതോ ജിരാജകുണ്ഡലം കിശോരസസ്യൈവദനം ഭുജകുമാർ സൈവരസവക്ഷാവലയാംഗോലസം മധുഭ്രതഭ്രാഗവിദുഷ്ടയാ സ്വയാ വിരാജിതാ ശ്രീവനമാലയാ ഹരി പ്രജാപതിർവേഷതമസ്വരോജിഷാ വിനാശയൻ കണ്ഠനിവിഷ്ടകൗസ്തുഭാം സേനായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാജ്ഞ ചക്രുത്തജന്മദക്ഷിണം. ആ സമയത്തുണ്ടായ നക്ഷത്രങ്ങളെ കുറിച്ചും ആ സമയത്തുള്ള അന്നത്തെ തിഥിയെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അത്രയും മഹത്തായ ഒരു നിമിഷത്തിലാണ് ആ ഭഗവാന്റെ ജന്മം ഉണ്ടായത്. ആ ദിവസമാണ് നമ്മൾ തിരുവോണമായിട്ട് കൊണ്ടാടുന്നത്. പുരസ്കൃത്യ പ്രജാപതി ഓരോരുത്തരും ആ ഭഗവാനെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്. ഉയരം കുറഞ്ഞ് അതിമഹത്തായ ചൈതന്യത്തോടു കൂടിയുള്ള ഒരു സന്താനമാണ് അതിഥി ദേവിക്ക് ലഭിച്ചത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ജനിച്ച ഉടനെ ഓരോരുത്തരും ആ ഭഗവാനെ എന്തൊക്കെയാണ് കൊണ്ടുകൊടുത്തത് എന്ന് എന്തൊക്കെയാണ് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത്. ദദോ കൃഷ്ണാജിനം ഭൂമി ദണ്ഡം സോമോ വനസ്പതി കൗബീനാചാതനം മാതാ ദുർചക്രം ജഗദപദേ കമണ്ഡലം വേദഗർഭുഷാസപ്തയോദതു ആക്ഷമാലം മഹാരാജ സരസ്വത്യവ്യാത്മന തസ്മാണിത്യുപനീതായ യക്ഷരാൽ പാത്രികാമം കാമധ വിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാധാതം വികാസധി സബ്രഹ്മവത്സേരീവം സഭാ സംഭാവിതോ വടു സമിദ്ധമാഹിതം പത്നീം കൃത്വാ പരിസമൂഹനം പരിസ്ഥീയ സമഭ്യച്ച സമിദ്ധിരജുഹോദ്ധിജ സ്വത്കാശ്വമേതൽ യജമാനമൂർത്തിനം വെല്ലിംഗുണം കൽപ്പനസ്ഥത ജഗാമകത്വാകരസാരസംഹൃതോ ഭാരേണകം സഞ്ജായൻ പദേ പദേ. ആ ബലി മഹാബലി സർവ ഐശ്വര്യത്തോടു കൂടി ത്രിലോകം അടക്കി ഭരിച്ചിട്ട് അവിടെ നമ്മത നടിസ്ഥിരത്ത് ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ച് അവിടെ മൃഗത്തോടു കൂടി ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ വാമനൻ പ്രവേശിക്കുകയാണ്. വാമന ഭഗവാൻ ജനിച്ചത് തന്നെ മഹാബലിയുടെ അഹങ്കാരം അടക്കാനും
ദേവന്മാർക്ക് അവരുടെ ലോകം തിരിച്ചു കൊടുക്കാനും, അതായത് അതിഥി ദേവിക്ക് തൻ്റെ മക്കൾക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം മാറ്റി അവർക്ക് അതിഥി ദേവിക്ക് ദുഃഖം തീർക്കുവാനും വേണ്ടിയാണ്. അതോടൊപ്പം മഹാബലിയുടെ അഹങ്കാരം അടക്കി, ഇല്ലെങ്കിൽ മഹാബലി നശിച്ചു പോകും. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് നാശം ഉറപ്പാണ്. അതുകൊണ്ട് ഭക്തനായ മഹാത്മാവായ മഹാബലിക്ക് നാശവും വരാൻ പാടില്ല. തൻ്റെ ഭക്തനെ സംരക്ഷിക്കുകയും വേണം, തൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കുകയും വേണം. ഈ രണ്ട് കാര്യവും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണ് മഹാബലിയുടെ അവതാരം ഉണ്ടായത്. അപ്പോൾ മഹാബലി ആ നർമ്മദാ തീരത്ത് ഇത് അനുഷ്ഠിക്കുന്ന യാഗം അനുഷ്ഠിക്കുന്ന മഹാബലിയുടെ അടുത്തേക്ക് ഒരുപാട് വാമന രൂപൻ അതീവ തേജസ്സോട് കൂടിയിട്ടുള്ള ചെറിയൊരു ബാലനായിട്ട്, ഉയരം കുറഞ്ഞ വാമനൻ എന്നാൽ ഉയരം കുറഞ്ഞ ആൾ എന്നാണ് അർത്ഥം. എല്ലാ ദേവന്മാരും പലതും നൽകി അതൊക്കെ സ്വീകരിച്ച് മാല, കുട, കമണ്ടലു ഇങ്ങനെയുള്ള സർവസ്വവും ധരിച്ചുകൊണ്ട് ആ നർമ്മദാ തീരത്തേക്ക് പോയിട്ട് മഹാബലി അനുഷ്ഠിക്കുന്ന യാഗത്തെ പങ്കെടുക്കുവാനും മഹാബലിയിൽ നിന്നും വരം യാചിച്ച് മഹാബലി പറയുകയാണ്, ഞാൻ ഈ 3 ലോകത്തിൻ്റെയും അധിഷ്ഠാവാണ്, ഞാനിക്കില്ലാത്ത ഒരു കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണ്ടുമെങ്കിലും തരാം, എന്ത് വരമാണ് ബാലനെ. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മഹാബലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മഹാബലി ഭക്തനാണ്. അപ്പോൾ വിഷ്ണു തന്നെ ആയിട്ടുള്ള വാമനെ ഇഷ്ടപ്പെടുമെന്ന് പറയാൻ ആവശ്യമേ ഇല്ല. വളരെ ഇഷ്ടമായിട്ട് പറയുകയാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കൂ എന്ന് പറയുമ്പോൾ 3 അടി മണ്ണ് മതി എന്ന് പറയുകയാണ്. 3 അടി മണ്ണോ, അതുകൊണ്ട് എന്താണ് സാധിക്കുക? ഈ 3 ലോകവും അടക്കി വാഴുന്ന എൻ്റെ നിന്ന് 3 അടി മണ്ണാണോ ചോദിക്കുന്നത്. അപ്പൊ പറയാണ് ഭഗവാൻ പറയുകയാണ്, 3 അടി മണ്ണുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരുത്തൻ 3 ലോകവും ലഭിച്ചാലും തൃപ്തിപ്പെടുകയില്ല. അത്ര മാത്രമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അത്ര മാത്രമേ വേണ്ടൂ എന്ന് പറയുന്നതും തമ്മിലുള്ള സംഭാഷണവും പിന്നീട് ആ മഹാബലിയുടെ അഹങ്കാരം തീർത്ത് മഹാബലിയെ അടക്കുവാൻ വേണ്ടി ആ ഭഗവാൻ വാമനൻ ഭയങ്കര ഇത്ര ചെറിയ കുട്ടിയായിട്ട് പോയിട്ട് ലോകം മുഴുവൻ അത്ര വളർന്ന് ഒറ്റയൊരു കാലിൽ കൊണ്ട് 3 ലോകങ്ങളെയും അടങ്ങും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാൽ പൊന്തിക്കുമ്പോഴേക്കും അണ്ടകടാകത്തിൽ ആ കാൽ ചെന്ന് പതിയുകയും അണ്ടകടാകത്തിൽ ആ കാലിന്റെ അങ്കുഷ്ടത്തിന്റെ അറ്റം അത് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അവിടെ ആ ഭഗവാന്റെ കാൽ തട്ടി ആ അണ്ടകടാകം ഉടയുകയും അണ്ടകടാകത്തിൽ നിന്ന് ജലം പ്രവഹിക്കുകയും ചെയ്തു. അത്രേ ആ ജലമാണ് ഗംഗാനദിയായി പരിണമിച്ചത്. ആ ഗംഗാനദി ഇവിടെ ദേവലോകത്ത് സ്വർഗലോകത്ത് എത്താൻ തന്നെ അണ്ടകടാകത്തിൽ നിന്നും സഹസ്രം യുഗങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്തായ ആ ഗംഗാനദി സ്വർഗലോകത്തിൽ നിന്നും ഭഗീരഥൻ തൻ്റെ അതീവ പ്രയത്നം കൊണ്ട് തൻ്റെ പൂർവികന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അത്രയൊക്കെ പ്രയത്നപ്പെട്ടിട്ട് ലഭിച്ച ഗംഗാനദിയാണ് നമ്മുടെ ഈ ഭാരതത്തിലേക്കൂടി ഒഴുകുന്നത് എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ആ നർമ്മദാ തീരത്ത് പോകുന്ന ഭഗവാനെയും അവിടെ നിന്ന് ആ വാമനനും മഹാബലിയും തമ്മിലുള്ള സംഭാഷണവും ഒക്കെയാണ് അടുത്ത ഉത്തരേ ബലേ പ്രവർത്തയന്തോ മൃഗവക്രതുത്തമം വിജക്ഷധാരാദുരിതം യഥാരവി തകൃത്തിജോ യജമാനസ്സദസ്യ തദർത്തിജോ വാമനതേജസാ നൃപ സുരക്കിലായ തിരുവാവിഭാസു സനൽകുമാരോ ദരിദ്രക്ഷയാത്മോ. ആ ബലിയുടെ ആ ഭംഗി സൂര്യനെ പോലെ തോന്നിക്കുന്ന സനൽകുമാരന്മാരാണോ എന്നൊക്കെ തോന്നിക്കുന്ന ഭംഗിയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്തം സശിഷ്യേഷു മൃഗേഷു നേകത ഇദത്യമാണോ ഭഗവാൻ സവാമന ചക്രം സദണ്ഡം സജലം കമണ്ഡലും വിവേശ വിഭ്രദ്ധയ മേഘവാടം മൗഞ്ചാമേഘനയാവീതാം ഉപവീതാഹിനോത്തരം ജഡിലം വാമനം വിഭ്രം മായാ മാണവകം വരി. ആ മായായിട്ടുള്ള ഹരിയെ പറഞ്ഞു കൊടുക്കുകയാണ്. യജമാനപ്രമുദിതോ ദർശനീയം മനോരമം രൂപാനുരൂപാവയം തസ്മാ ആസനമാഹരം. തദ്ഭാഗശൗചം ജനകൽമഷാഭകം സധർമ്മവിമോദ്രനധാത്തു മംഗളം യദ്ദേവദേവാ ഗിരിശചന്ദ്രമൗലി ദധാരമൂർണാപരയാജപത്യാ. സ്വാഗതേ നമസ്തുഭ്യം ബ്രഹ്മനിക്കും കർവാമദേ ബ്രഹ്മശ്രീണം തപസാക്ഷാൻ മന്യേ കാര്യവ. അത്രയും മഹത്തായിട്ടുള്ള ആ കുഞ്ഞിനെ കണ്ടപ്പോൾ
ആരാണോ എന്താണോ എന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ ബലി സ്വീകരിക്കുകയാണ്. സ്വാഗതത്തെ നമസ്തുഭ്യം ബ്രഹ്മൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് എന്റെ കുലം, എന്റെ ജീവിതം, എന്റെ സർവസ്വവും പവിത്രമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ബലി മഹാബലി. കാമത്തിനും വിപ്രസുധാനതർക്കയെ കാഞ്ചനം ഗുണബദ്ധാമപൃഷ്ടം പ്രധാനപേയമുദവാ വിപ്രകന്യാം രാമാൻ സമുദ്ധാം തുലകാൻ യജാൻവാ രഥാം തഥാഹത്തമസംപ്രതീശ്ച. ഇവിടെയാണ് മഹാബലിയുടെ ആ അഹങ്കാരം നോക്കുക. എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. സ്വർണം വേണമോ, പെണ്ണ് വേണമോ, അല്ലെങ്കിൽ ഗ്രാമം വേണമോ, ആന വേണമോ, കുതിര വേണമോ, എന്താണ് എനിക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച് ഇരുത്തി ആ വാമനമൂർത്തിയെ ആ മഹാബലി സ്വീകരിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത്. അതിനുശേഷം ഭഗവാൻ വാമനമൂർത്തി 3 അടിയായിട്ടുള്ള മണ്ണ് എനിക്ക് മതി എന്ന് പറയുന്നതും അങ്ങനെ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിച്ച് മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയക്കുന്നതും. സുതലം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ അവിടെ കാവൽ നിൽക്കുന്ന സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്ഥലമാണത്രേ. ആ അടുത്ത മന്വന്തരത്തിൽ നീ ഈ മഹാബലി ഇന്ദ്രനായിട്ട് തീരും എന്നൊക്കെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കഥകളിൽ പറയുന്നത് മാതിരി മഹാബലിയെ ഭഗവാൻ ചവിട്ടി താഴ്ത്തുക എന്നും ചെയ്യും. മഹാബലിയുടെ അഹങ്കാരം അടക്കാൻ വേണ്ടി 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ 1 അടി കൊണ്ട് എല്ലാം അളന്നു. 2ാമത്തെ അടി അണ്ടകടാഹത്തിൽ പ്രവേശിച്ചു. 3ാമത്തെ അടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഹാബലിയും മഹത്തായ മനുഷ്യനാണ്. തല കാണിച്ചു കൊണ്ടിട്ട് എൻ്റെ തലയിൽ വെച്ചുകൊള്ളൂ എന്ന് പറയുകയാണ്. ആ 3ാമത്തെ അടി തരുന്നതിന് മുന്നേ നീ സത്യം ചെയ്തതല്ലേ 3 അടി മണ്ണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എനിക്ക് 3 അടി മണ്ണ് തരാത്തത് എന്ന് പറഞ്ഞ് മഹാബലിയെ ബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മഹാബലിക്ക് ഒട്ടും കൂസലുണ്ടായിരുന്നില്ല. മഹാബലിയുടെ ഗുരുവായിട്ടുള്ള ശുക്രമണി നീ കൊടുക്കരുത്, വെള്ളം തെളിച്ചിട്ട് സത്യം ചെയ്താൽ ആ സത്യം പാലിക്കുവാൻ വേണ്ടി വെള്ളം തെളിച്ച് നനച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ശുക്രമണി പറയുന്നുണ്ട് ചെയ്യരുത്, അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞുപോയ വാക്കാണ്, ഞാൻ പാലിച്ചേ തീരൂ എന്ന് പറഞ്ഞ് മഹാബലി ഞാൻ ഈ സത്യം ചെയ്യുകയാണ്, ഞാൻ എനിക്ക് 3 അടി മണ്ണ് തരാമെന്ന് പറയും. അപ്പോൾ ശുക്രമണി പറയുന്നുണ്ട് ഞാൻ ഗുരു പറഞ്ഞത് നീ കേട്ടിട്ടില്ല, അതുകൊണ്ട് നിനക്ക് എല്ലാ സമ്പത്തും നശിച്ചു പോകട്ടെ എന്ന്. അപ്പോഴും ഈ മഹാബലിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. സമ്പത്ത് നശിച്ചാലും എനിക്ക് വിഷമമില്ല, ഭഗവാനും കള്ളവേഷം കയറ്റി വന്നതാണ്, നിന്നെ ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ ഭഗവാനല്ലേ, ആ ഭഗവാൻ എന്ത് വേഷം കിട്ടിയാലും എനിക്കൊരു വിഷമവുമില്ല, ഞാൻ ആ ഭഗവാനിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ മഹാബലിയുടെ വിനയവും ആ ഭഗവാനിലുള്ള ഭക്തിയും ആണ് മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അയക്കാൻ കാരണമായിട്ട്. അല്ലാതെ മഹാബലിയെ ഭഗവാൻ ചവിട്ടിത്താഴ്ത്തുന്നോ ഇതാക്കുന്നു. മഹാബലിക്ക് അഹങ്കാരം വന്നപ്പോൾ മഹാബലിക്ക് നാശം സംഭവിക്കരുത് എന്ന് കരുതി മഹാബലിയെ പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ മഹാബലി വിജയിക്കുകയും ചെയ്ത് അതിനുശേഷം അവരെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അയച്ച് ആജീവനാന്തം ഞാൻ നിനക്ക് കാവലായിട്ട് നിന്റെ സുതലത്തിലുണ്ടാവും, എപ്പോഴും നിനക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് സുതലത്തിന് കാവലായിട്ട് മഹാവിഷ്ണു ഭഗവാൻ അവിടെ തന്നെ സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് അടുത്ത അധ്യായങ്ങളിലായിട്ട് പാരായണം ചെയ്യാനുള്ളത്. അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം പാരായണം ചെയ്യാം. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും നമോ ബ്രഹ്മണ്യദേവായ രാമായ കുണ്ടമേധസേ ഉത്തമശ്ലോകതുല്യായ ന്യസ്തദണ്ഡാർപ്പിതഗ്രേ കഥാചില്ലോകജിജ്ഞാസു ഗൂഢോരാഗ്രാമരക്ഷിതാ ചരൻ വാജോസ്മോ രാമോ ഭാര്യാമുദ്ദിശ്യ കസ്യചിത് നാഗം ബർമീ ദുഷ്ടാമ സനീം പരവേശ്മഗ ശ്രീലോകീ
വിഗ്രയാത് സീതാം രാമോ നാഗം ഭജേ പുനഃ ഇതി ലോക ബഹുമുഖ വിരാരാധ്യാത സംവിധ പത്യാം ഗീതേന സാത്വക്ത പ്രാത പ്രാജേരസം അന്തർവന്ദ്യാഗതേ കാലേ യമൗസാ സുഷുവേസ്തോ കുശോലവൈദീക്യാദോ ദയോശ്ചക്രേര്യാമുനി അംഗദശ്ചിത്ര കേതുശ്ച ലക്ഷ്മണസ്യാത്മജൗ സ്മൃതൗ തക്ഷ പുഷ്കര ഇത്യാസ്താം ഭരതസ്യ മഹീപദേ സുബാഹുസ്മൃതസേനശ്ച ശത്രുഘ്നസ്യ ബഭൂവതു ഗന്ധർവാഘോടിശോലജജ്ഞേർഭരതോ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദേവകി ദേവി ആ ഭഗവാനെ ഗർഭം ധരിക്കുന്നതും ദേവകി ദേവി അദൃശ്യമായ ഒരു ശക്തിയും ഒരു ചൈതന്യവും കാണുന്നതും അത് കണ്ട് കംസൻ പേടിക്കുന്നതും ഭഗവാൻ ആ ഗർഭത്തിൽ ഉദിച്ചു എന്ന് അറിഞ്ഞിട്ട് എല്ലാ ദേവന്മാരിൽ നിന്ന് ആകാശത്ത് നിൽക്കുന്നതും ബ്രഹ്മാവും സ്തുതിക്കുന്നതുമൊക്കെയാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇതാ അവതരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. അത ദശമസ്കന്ധ ദ്വിതീയോധ്യായ. ശ്രീശുഭോവാച പ്രലംബഭഗചാണൂര പ്രണാമർത്ത മഹാശനെ മുഷ്ടികാരിഷ്ടവിധ ഭൂതനാകേശി ദേവകേ അന്യശാസ്ത്രഭോഗായ പാഠഭോഗാദിവിധ യദൂനം തദനം ചക്രേ ദേഹാൻ കോസലാനബി ഏകേതമലന്താനാന്യാദയ പരിവാസനേ ഹരേഷു മനസ്സുവാനിഷു ദേവവിദ്യാവസേന സപ്തമോ വൈഷ്ണവം കാമായമനം ഭക്തജക്ഷതി ഗർഭോ ബഭൂവ ദേവക്യാശോക വിവർത്തന ഭഗവാനെ വിശ്വാത്മാനുഷ്ഠാനം വയം യദൂനാദിനാദാനം യോഗമായ സമാധിച്ച ഗച്ഛദേവി വ്രജംപത്രേ ഗോപ ഗോവിരഹൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാത്തേനന്ദ ഗോകുലേ അന്യാശ്ച കംസ സംയുജ്ഞ വിവരേഷു വസന്തിഃ ദേവക്യാശനദേവം ശേഷാക്ലം ധാമധാമാമുഖം തത്സന്നിധിസ്ഥിരോഹിണാദരേ സന്നിവേശയ ദേവതയിലുള്ള ആ ശേഷന്റെ അംശമായ ആ ഗർഭത്തെ കൊണ്ടുപോയി രോഹിണിയുടെ ഗർഭത്തിൽ മാറ്റൂ എന്ന് പറയുകയാണ് മായാദേവിയായിട്ടുള്ള ദേവിയോട്. ആ കാലത്തെ ഗർഭത്തെ ഒരു ഗർഭത്തിൽ നിന്നും വേറൊരു ഗർഭത്തിലേക്ക് സാക്ഷീകരിക്കുവാനുള്ള വിദ്യ ഉണ്ടായിരുന്നു എന്ന് നോക്കിയതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അധകാംശഭാഗ്യേന ദേവക്യാപുത്രകാംശുഭേ പ്രാപ്സ്യാമിത്വം യശോധായ നന്ദഭദ്രാം ഭവിഷ്യതി മനുഷ്യാത്വം സർവകാമവരീശ്വരി ഗോപോപഹാരപരിധി സർവകാമവരപ്രദാ നാമധേയാനി കുർവന്തി സ്ഥാനാലയരാഹുനി ഭുഗേതി ഭദ്രകാളി വിദ്യാപുഷ്ടിമിതി നീ അതിനുശേഷം പോയിട്ട് യശോദാദേവിയുടെ ഗർഭത്തിൽ നിന്നുകൊള്ളുക. പിന്നീട് നീ പല ദൈവങ്ങളിലായിട്ട് ഈ ലോകത്തെ സംരക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നു. കൃഷ്ണ മാധവി കന്യകേരിച്ച മായാ നാരായണീശാനി ശാരദേത്യമംബികേരിച്ച ഗർഭസംരക്ഷണാർത്ഥം സംരക്ഷണം ഭുവി രാമേതി യോഗാണാർത്ഥം ഭഗവത്സുച്ഛയാ സന്നിഷ്ടൈവം ഭഗവത അദേത്യോഗിപതദ്വജ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാവതകഥാകരോ സന്നിഷേകം രോഹിണീം യോഗനിദ്രയാ അഭോവിശ്രംസിതോ ഗർഭ ഇതി പൗരാവിചകൃഷു ആനകതുന്തുവിയുടെ വീര്യത്തിൽ ഭഗവാൻ ആവിഷ്കരിച്ചു. രാജമാനോയിതാരണി ദുരാസതോ നിദുർദശോ ഭൂതാനാം സദ്ബഭൂവഃ തദോ ജഗന്മംഗളമച്യുതാംശ സമാഹിതം സുരസിലേനേ ദാര സർവാത്മമാത്മഭൂതം ഹർഷായികാനന്ദകരം മനസ്താ സാ ദേവകീ സർവജഗന്നിവാസ നിവാസഭൂതാനിതരാന്തരേ സരസ്വതി ജ്ഞാനകലാസരി താമീച്ച കംസപ്രഭയാജിതാന്തരം വിരോചയന്തി വനശ്രീസ്മിത ആഹേഷമേ പ്രാണഹരോ ഹരേ ഗുണാം ബ്രുവംശിതോ യജ്ഞമുരേയീദൃശി കിമദ്യതസ്മിൻ കരണീയമാശ്മേ യദന്തതന്ത്രോ നയന്തി വിക്രമം
സിയാസുസുമത്യാവധോയം യശസ്യാം കാലമായു സയേഷ ജീവൻ ഇതി ഘോരമാഭാവ സന്നിവൃത്യ സ്വയം പ്രഭു ആദ്യേ പ്രീതം തജ്ജന്മ ഹരേ പ്രയാമനുബന്ധത് ആദ്യേ സവിശിഷ്ടൻ പുഞ്ചാന പ്രജഗന്മഹി ചിന്തയാനോ ഋഷികേശ അപശ്യത്തന്മയം ജഗം ബ്രഹ്മാഭവസ്യ സത്രിത്യ മുനിർവിനാടകാദിനി ദേവീ സാഞ്ചരൈസാഗം കൃഷ്ണഹൃദയൻ. ആ ബ്രഹ്മാദേവൻ ഭഗവാനെ സ്തുതിക്കുന്ന വയറ്റിലുള്ള ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇനി പാരായണം ചെയ്യുന്നത്. സത്യം സത്വം വിശുദ്ധം ക്ഷേദേവമാൻ സ്ഥിതോ ശരീരനാശ്രയപായനമോ വേദക്രിയായോഗ തപസ്സമാധിനി സവാകണം സമീഹതേ സപ്തം ചേതാകലിതം നിജംഭവേ വിജ്ഞാനമജ്ഞാന വിധാഭവാർത്തനം ഗുണപ്രകാശേന വിനീയതേ ഭവാൻ പ്രകാശതേ യസ്യ ജയേന വാ ഗുണാ നാമരൂപേ ഗുണജന്മ കർമ്മഭി നിരൂപിതേ ഭവസാക്ഷിണ മനോജോത്യാത്മനോ ദേവക്രിയായാം പ്രത്യക്ഷരാഭിഹി സുനന്ദൻ ഗുണസമന്വയസ്യ ചിന്തയൻ നാമാനി രൂപാണി സമുദ്രളാനി ദേ ക്രിയാസു യസ്തച്ഛുർനാരവിന്ദയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ ദൃഷ്ട്യാ ഹരിഷ്യാപമതപദോ ഭുവോ ബാലോപനീതസ്തവ ജന്മനേഷിതു ദൃഷ്ട്യാമിതം തത്പദലേഷു ശോഭനേ ദൃശ്യാമകാഭ്യാം ച തവാം കൽപ്പിതാ ന ദേവവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം തദർക്കയാമഹേ ബഹോ നിരോധം സ്ഥിതിരഭ്യവിദ്യയാ കൃതായതസ്ത്വയ്യ ഭയാശ്രയാത്മനി അസ്യശ്ച കച്ഛപ നൃസിംഹവരാവഹംസ രാജന്യഹി പ്രവിബുധേഷു ഗുദാവതാര ത്വംപാസിനസ്ത്രിഭുവനം പിതാജാതുനേശ കാലംഭൂവരേതുത്തമവർത്തനത്തെ. ഈ ഭൂമി വാരം തീർക്കുവാൻ വേണ്ടിയിട്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും പരാഗമായിട്ടും നരസിംഹമായിട്ടും ഒക്കെ മറ്റു വിപ്രനായിട്ടും ഒക്കെ അവതരിച്ച അവിടുന്ന് ഈ ഞങ്ങളുടെ ഭൂമിയുടെ ഇപ്പോഴത്തെ ഭാരം എത്രയും വേഗം കുറച്ചു തരൂ, അല്ലയോ ഭഗവാനെ, ഇതുത്തമ വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മവും മറ്റുള്ള ദേവന്മാരുമൊക്കെ ഗർഭത്തിലിരിക്കുന്ന ഭഗവാൻ ഭഗവാന മാഭൂഭയം പോലെ പതേർമോഷോ ഗുപ്തായതുനാ കവിതാതവാത്മജ ശിശോ വാച യദ്യപിഷ്ഠൂയ പുരുഷം യദ്രൂപമനമ്യതാ രമേശാമുക്രോധായ ദേവാദേവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ ശമസ്കന്ധേ ബ്രഹ്മാദികൃത സ്തുതിർനാമ ദ്വിതീയോധ്യായ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
വാസുദേവായ. ഭഗവാനെ പട്ടു ഗുണകം എല്ലാവർക്കും കൊടുത്തു. വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശമസ്കന്ധത്തിലെ തൃതീയോധ്യായത്തിൽ ദേവകി ദേവിക്ക് കാരാഗ്രഹത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മമുണ്ടാകുകയാണ്. ആ സമയത്ത് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളാണ് ആദ്യത്തെ 6-7 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്നത്. പ്രകൃതി എത്ര മനോഹരമായിരുന്നു. അർദ്ധരാത്രിയായിരുന്നു ഭഗവാന് ജന്മം നൽകിയത്. അപ്പോൾ ആ സമയത്ത് പ്രകൃതി എത്ര മനോഹരമായിട്ട് കാറ്റ് വീശിയതും ചെറുതായിട്ട് മഴ പൊതിഞ്ഞുകൊണ്ടിരുന്നതും എല്ലാ ലോകത്തുമുള്ള എല്ലാ കിന്നരന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും വിദ്യാധരന്മാരും അപ്സരസും എല്ലാവരും ആകാശത്ത് വന്ന് നിരന്നു നിന്നു. അത്രേ എല്ലാ ദേവദേവതന്മാരും അത്രയും ആകാശത്ത് വന്ന് ആ മഹാപുരുഷന്റെ ജന്മം കാണുവാൻ വേണ്ടിയിട്ട് പൂർണ്ണാവതാരമായിട്ടുള്ള അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേത്. അത്രയ്ക്കും അത്ഭുതകര കലിയുഗത്തിൽ ഇത്രകാലം കലിയുഗമായിട്ടും ആ ഭഗവാന്റെ ശ്രേയസ് കൂടി വരുന്നതല്ലാതെ ഭഗവാനെ പറ്റി എപ്പോഴും എല്ലാവരും സ്മരിക്കുകയും ആ ഭഗവാന്റെ ആ അനുഗ്രഹവും ഭഗവാന്റെ അതുല്യ ശക്തിയും ഭഗവാന്റെ എന്താണ് പറയാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത മഹത്വമുള്ള എല്ലാവരെയും ജഗൻ മോഹനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവാന്റെ അവതാരം 8ാമത്തെ ശ്ലോകമാണ്. ഇത് നമുക്ക് 2-3 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് വീണ്ടും മുഴുവൻ ഈ അധ്യായം മുഴുവൻ പാരായണം ഭഗവാനെ സ്തുതിക്കുന്നതൊക്കെയാണ്. ആദ്യത്തെ ഭാഗം എടുത്തു. ഗോകുലത്തിലുള്ള ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് വസുദേവൻ ആ ഭഗവാനെയും എടുത്തു പോകുമ്പോൾ ആ ആദിശേഷൻ തന്നെ ഒന്ന് വഴികാട്ടി കൊടുക്കുന്നതും ആ നന്ദപത്നിയുടെ അടുത്ത് നിന്നും ഭഗവാനെ അവിടെ കിടത്തിയിട്ട് ആ അവൾ നന്ദപത്നിയായി സ്വന്തം പ്രസവിച്ച ആ പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നതും വരെ ആ പെൺകുഞ്ഞിനെ എടുത്തിട്ട് വരുന്നത് വരെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. നാളെ മുഴുവൻ ഭഗവാന്റെ അവതാര ഭഗവാന്റെ ലീലകളാണ്. നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും ഭഗവാൻ വലിയ രുക്മിണിയെ കംസനെയൊക്കെ വധിച്ച് ദ്വാരകയിൽ പോയി അവിടെ നിന്നും രുക്മിണിക്ക് സ്വയംവരവും നാളെ വൈകുന്നേരം ഈ സമയത്ത് ഭഗവാന്റെ രുക്മിണി സ്വയംവരമായിരിക്കും പാരായണം ചെയ്യുക. ഓരോ ആഴ്ചയും പല സ്ഥലത്തും ജനിക്കുകയും പല സ്ഥലത്തു നിന്നും വിവാഹം നടക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു ആ അതിശയകരമായിട്ടുള്ള ജന്മം ശ്രീകൃഷ്ണ ജന്മം മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഭഗവാനെ മനസ്സുറപ്പിച്ച് സർവ്വ ലോകത്തിൻ്റെയും സർവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം പാരായണം ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ദശമസ്കന്ധ തൃതീയോധ്യായഃ.
ശ്രീശുഗോവാച. വളരെ സ്ലോ ആയിട്ട് പറയണം. അധസർവഗുണോപേത കാലപരമശോഭന യജ്ഞേവാദനയജ്ഞം ചാന്ദ്രചക്രധാരകം ദിശപ്രസേതുഗതനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമപ്രസാദര നദ്യപ്രസന്നസലില പ്രധാനജരുഹസ്യ വിജാളീകുലസന്നാഗ തവകാമനരാജയ ഓവായുസുഗസ്പർശ പുണ്യഗന്ധവഹശ്രുതി അഗ്നേശ്ചര്യാണിയാം ശാന്താസ്തപ്രസമിന്ദര മനാസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായമാനേ ജനേ തസ്മിൻ നേതുർതുന്ദുഭയോധിവി ജഗുവിനരഗന്ധർവ സുഷ്ടബുദ്ധിതചാരണ വിദ്യാധന്യശ്ചനു അപ്സരോഹി സമന്തക മുമുജുർമുനയോ ദേവ സുനാസിമരാജ്ഞ മന്ദം മന്ദം ജലധര ജഗത്തുലസാഗരം ശീലേ ശീലേതമുൽപൂരേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യ നിശീന്ദ്രിവ പുഷ്കര നിശീധേ തമുൽപൂരേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യ നിശീന്ദ്രിവ പുഷ്കര നിശീധേ തമുൽപൂരേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യ നിശീന്ദ്രിവ പുഷ്കര. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യ നിശീന്ദ്രിവ പുഷ്കര കമൽഭുജം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശങ്കരധായുധായുധം ശ്രീവത്സരക്ഷ്മം കലശോഭികൗസ്തുഭം പീതാംബരം സാമ്പ്രപയോധസൗഭഗം മഹാർഘവൈഢൂര്യ കിരീടകുണ്ഡലം സഹസ്രകുണ്ഡലം ഉദാമകാഞ്ചാങ്കലകൽപ്പനാദിഭിः വിരോചമാനം വസുദേവയോജനോഹരം സുതം വിലോക്യാനഗതുസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശ ഉദാദിനേയോയുധമാപ്ലുതോ ഗവാം അധീനമത്തോ അവതാരി പൂരുഷം പരന്നതാംഗത്വതീകൃതാഞ്ജലി സ്വരോചിഷാ ഭാരത സ്തുതികാവ്യം വിരോചയന്തം ഗതഹീനഭാവമേ. ഓം ശ്രീകൃഷ്ണായ നമഃ. അധസർവഗുണോപേതാൻ കാലപരമശോഭന യജ്ഞേവാനം ജന്മർഷം ചാലചക്രധാരകം ദിശപ്രസേതുഗതനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമപ്രസാദര നദ്യപ്രസന്നസലില പ്രഭാജലരുഹസ്യ വിജാളീകുലസന്നാഭസ്തവകാമനരാജയ ഓവായുസുഗസ്പർശ പുണ്യഗന്ധവഹശ്രുതി അഗ്നേശ്ചര്യാണീനാം ശാന്താസ്തപ്രസമിന്ദര മനാസ്യാസൻ പ്രസന്നാനി സാധൂനാം പുരഗ്രാമ ജായമാനേ ജനേ തസ്മിൻ നേതുർതുന്ദുഭയോധിവി ജഗുവിനരഗന്ധർവ സുഷ്ടബുദ്ധിതചാരണ വിദ്യാ
അപ്സരോഹി സമന്വത ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യം ഋഷീന്ദ്രിവ പുഷ്കര കമൽബുധം ബാലകമബുധേശ്വരം ചതുർഭുജം ചക്രഗദായുധായുധം ശ്രീവത്സരശ്മംഗലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാവൈഭൂര്യകിരീടകുണ്ഡലം വിശാപരിഷ്ട്രസഹസ്രകുണ്ടലം ഉദ്ദാമകാര്യാങ്കദകങ്കണാദിഭിः വിരോചമാനം വസുദേവായ്യതാ സവിസ്മയോത്ഫുല്ലവിലോചനോഹരി സുതം വിലോക്യാനകതുന്തുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്മൃശന മുദാ വിജേഭ്യോ ഇതുമാപ്ലുതോ ഭവാൻ അദീനമന്തോ നവകാര്യപൂരുഷം പരന്നജാംഗൃതീകൃതാഞ്ജലി സുരോജിഷാ ഭാരതസൂതികാമൃതം വിരോചയന്തം ജഗദീഭവാനി മഹാഭൂതേഷു വ്യക്തിയവ്യക്തം കാലവേദ്യേന യാതേ ഭവാനേക ശിഷ്യതേ ശേഷസപ്നാം യൂയം കാലസ്തസ്യ ദേവിഗ്ധബന്ധോ ചേഷ്ടാമാഭുജ്യതദേയനിശ്യം നിമേഷാദിവത്സരാന്തോ മഹീയാം തം തേഷാനം ചേതാം പ്രപത്തി മധ്യോ മധ്യയാൾ ഭീരഫലായ ലോകം സമാഗമ്യേനാധിഗച്ഛൻ ഉത്പാദനമപി നിശ്ചയായ സത്യസ്യേന പുരസ്മാദവൈതി സത്വം ഘോരാ വിഭ്രസേനാത്മജാന സ്ഥാഹിതത്രാംബാധമിത്രാസഹാസേ രൂപം ചേതം പൗരുഷം ജ്ഞാനനിഷ്ഠം മാ പ്രത്യക്ഷം മാം സുദൃശ്യാം വിശിഷ്ട ജന്മനേമയസോപാദോ മാവിദ്യാം സൂചനാ സമുദ്രേവ കംസാദമധീരധീ ഉപസംഹര വിശ്വാത്മനോ രൂപമലൗകികം ശംഖചക്രഗദാപദ്മാശ്രിയാനിഷ്ടം ചതുർഭുജം വിശ്വമ്യദേന സദനോ നിശാന്തേ യഥാമകാശം പുരുഷപരോഭവ വിഭക്തി സ്വയമമഗർഭഗോ ശ്രീ ഭഗവാൻ വാച ത്വമേവ പൂർവസത്യഭൂ പ്രശ്നിസ്വായംഭുവേ സതി തദായം കൃതുപാനാമാ പ്രജാപതിരകൽമഷാം യുവാംബേ ബ്രഹ്മണാദൃഷ്ടോപജാ സംഖ്യേയകാ തഥാ സന്യമ്യഗ്രാമന്ത്യവാദേ പരമന്തവാ. കഴിഞ്ഞ ജന്മത്തിലൊക്കെ നിങ്ങൾ ആരായിരുന്നു എന്നും എന്തുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് പുത്രനായി ജനിപ്പിച്ചത് എന്നും ഒക്കെ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വർഷഭാഗ തപഹിമ ധർമ്മകാല ഗുണാനനു സഹമാനോ ശോസരോധോ നീഭൂതമനോമലോ ആ ഭഗവാനെ അവർ എങ്ങനെയൊക്കെ ആരാധിച്ചു. ഭഗവാനെ പുത്രനായി ലഭിക്കുവാൻ വേണ്ടി പൂർവ്വജന്മത്തിൽ അവർ എങ്ങനെയൊക്കെ ആരാധന ചെയ്തു എന്നാണ് പറയുന്നത്. ഏവം വാം തപ്യതോ തീവ്രം തപം പരമദുഷ്കരം ദിവ്യ വർഷസഹസ്രാണി ദ്വാദശേയുർമദാത്മനോ ഓം ശ്രീകൃഷ്ണായ നമഃ. ഗതേമയി യുവാം ദത്താ വരം മത്സരിഷം സുനം ഗ്രാമ്യാൻ രോഗാൻ ബുദ്ധ്യാതാ യുവാം പ്രാപ്ത മനോരഥോ. ഓം ശ്രീകൃഷ്ണൻ എന്നെ പോലുള്ള ഒരു സന്താനം ലഭിക്കുവാനായിട്ട് അവർ ചെയ്ത തപസ്സൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് സമമായിട്ട് ഞാൻ മാത്രമുള്ളത് കൊണ്ട് ഞാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. വിഖ്യാതോ വാമനത്വാച്ച വാമന വേദധ്വാന്തശിലം രൂപം പ്രാജ്ഞസ്മരണായ മേ നാന്യതാമത്വം ജ്ഞാനം മർത്യവിജ്ഞേന ജായതേ. പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസരി ചിന്തയന്നോ ശീശുഗോവാച നിത്യം പ്രാസീദരീതുഷ്ണി ഭഗവാനാത്മമായയാ പിതൃ സംപശ്യതോ സദ്യോ ബഭുവാപ്രാവസശിജ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
തദശ്ചൗരി ഭഗവത് പ്രചോദിത സുരം സമാദായ സൗദികാഗ്രഹ യാവഹിന്ദുഗീശ തർജ്ജയ വാതിലുകളൊക്കെ ശൃംഖലകളിട്ട് അതായത് ചങ്ങലയിട്ട് കെട്ടിയ വാതിലുകളൊക്കെ തന്നെത്താൻ തുറന്നു അത്രയും ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് പോകുന്നു സ്വയം ഭയങ്കരമായിട്ടുള്ള കാറ്റും ഇടിയും മഴയും ഒക്കെ ഉണ്ടായിട്ട് അപ്പോൾ ആദിശേഷൻ വന്ന് തന്റെ ഭടം പിരിച്ച് ഭഗവാനെ സംരക്ഷിച്ചു. ആ യമുനാ നദി അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിയിട്ട് ആൾകൊമ്പുന്ന അളവിലുള്ള വെള്ളമുള്ള ആ യമുനാ നദി ഒട്ടും വെള്ളമില്ലാത്ത മാതിരി അപ്പുറവും ഇപ്പുറവും മാറിയിട്ട് നന്ദഗോപർ വസുദേവർക്ക് വഴി കാട്ടിക്കൊടുത്തു. മാർഗം തതോ സിന്ധു ദിവശ്രീയപ്പതി അത്ര പേരും അത്രയും ഭയങ്കരമായ ഗാഠനിദ്രയിലായിരുന്നു. ഈ വസുദേവർ പോയതോ യശോദയുടെ അടുത്ത് കിടക്കുന്ന പുത്രിയെ എടുത്ത് ഈ പുത്രനെ അവിടെ വെച്ചതോ ആരും അറിഞ്ഞില്ല. അദ്ദേഹം ആ തന്റെ കാര്യം ചെയ്തിട്ട് തിരിച്ചു വന്നു. ദേവക്യാശയനേയസ്യ ദേവ വസുദേവോദാരിക പൃഥിവിജ്ഞപദോലോകം ആസ്തേ പൂർവ്വവദാമുക. അവർ അകത്ത് പ്രവേശിച്ച ഉടനെ ആ കുഞ്ഞിനെയും സ്വീകരിച്ച് അകത്ത് വന്ന ഉടനെ വാതിലുകളൊക്കെ പൂർവ്വമായി എപ്പോഴെങ്ങനെ പൂർവ്വവദാമുക ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അപ്രകാരം തന്നെ വാതിലുകളെല്ലാം അടിഞ്ഞ് ചങ്ങലകളെല്ലാം അതേപോലെ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. യശോദാനന്ദപത്നീച ജാതം പരമബുദ്ധിര നദലിംഗം പരിശ്രാന്ത നിരയാപദസ്മൃതി. യശോദാദേവി തന്റെ പ്രസവത്തിലുള്ള ക്ഷീണം കൊണ്ട് നല്ല ഉറക്കായിരുന്നു. താൻ എന്ത് ലിംഗത്തിലുള്ള, അതായത് ആണാണോ പെണ്ണാണോ താൻ പ്രസവിച്ചത് എന്ന് പോലും ആ ദേവി അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭഗവാന്റെ അവതാര ഇതായിട്ടുള്ള ഈ അധ്യായം ഭഗവാൻ ശിവദേവൻ ഇവിടെ സമർപ്പിക്കുന്നത്. നമുക്കും ഇന്നത്തെ പാരായണം ഒരിക്കൽ കൂടി ആ അവതാരം മാത്രം പാരായണം ചെയ്തു. വിഷ്ണു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിഷ്ണു സർവഗുഹാസ്യ ഇവിടെയും പറയുകയാണ് എല്ലാ ജീവികളുടെയും ഉള്ളിൽ വസിക്കുന്നു.